അപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് പൊതുചെലവുകളെ കുറിച്ചാണ്. പൊതുചെലവുകളെ രണ്ടായി തരംതിരിക്കാവുന്നതാണ്. ഒന്ന് വികസന ചെലവുകളും വികസനേതര ചെലവുകളും, നോൺ എക്സ്പെൻഡിച്ചർ ടാക്സസ് എന്നിങ്ങനെ രണ്ടായി തരംതിരിക്കാം. അപ്പോൾ വികസന ചെലവുകൾ എന്ന് പറയുമ്പോൾ റോഡ്, പാലം, തുറമുഖം, വ്യവസായം, വിദ്യാഭ്യാസ സൗകര്യങ്ങൾ എന്നിവയ്ക്ക് വേണ്ടി ഗവൺമെന്റ് ചെലവഴിക്കുന്ന ഇതൊക്കെ തന്നെ പൊതുചെലവുകളെയാണ് ഇതെന്നറിയപ്പെടുന്നത്, പൊതുചെലവുകൾ എന്നറിയപ്പെടുന്നത്. അതായത് ഗവൺമെന്റ് ചെലവാക്കുന്ന പൈസ ഇതിനെയാണ് ഇതെന്നറിയപ്പെടുന്നത് ഗവൺമെന്റ് ചെലവുകൾ എന്നറിയപ്പെടുന്നത്. ഇതിപ്പോ ഇപ്പൊ നമ്മൾ വികസന ചെലവുകളും വികസനേതര ചെലവുകളും ഗവൺമെന്റ് ചെലവാക്കുന്ന പ്രധാനപ്പെട്ട സാമ്പത്തികമായിട്ടുള്ള ചെലവുകൾ തന്നെയാണ്. അപ്പൊ ഇവിടെ നമ്മൾ രണ്ട് കാറ്റഗറൈസ് ആയിട്ട് എടുക്കുന്നതിന് കാര്യം റോഡ്, പാലം, തുറമുഖം, വ്യവസായ, വിദ്യാഭ്യാസ സൗകര്യങ്ങൾ എന്നിവയൊക്കെ തന്നെ പൊതുചെലവുകൾ വർദ്ധിക്കുന്നതിനുള്ള കാരണങ്ങളാണ് കേട്ടോ. പൊതുചെലവുകൾ വർദ്ധിക്കുന്നതിനുള്ള കാരണം. അപ്പൊ നമുക്ക് നോക്കാം ഏതാണ്. ജനസംഖ്യാ വർധനവ്, പ്രതിരോധ ചെലവിന്റെ വർധനവ്, ക്ഷേമ പ്രവർത്തനങ്ങൾ, നഗരവൽക്കരണം, ശമ്പളം ഇവയാണ് പൊതുചെലവ് വർദ്ധിക്കുന്നതിനുള്ള കാരണം. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക, ഗവൺമെന്റ് നമ്മുടെ ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ട് മുൻനിർത്തി പ്രവർത്തിക്കുന്നതാണ് ഈ പൊതുചെലവുകൾ എന്നറിയപ്പെടുന്നത്. ഇതെല്ലാം തന്നെ ജനങ്ങളുടെ വെൽഫെയർ വേണ്ടിയിട്ട് ഗവൺമെന്റ് ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുന്നതാണ്. ഇപ്പോൾ റോഡ്, പാലം എന്നിവയുടെ ഒക്കെ തന്നെ നിർമ്മാണം. അപ്പൊ അതിലും ഉപരി ചില ആഭ്യന്തര കാര്യങ്ങൾ കൂടി ഗവൺമെന്റ് എന്ത് ചെയ്യുന്നുണ്ട്, ഈ ചെലവുകൾ നടത്താറുണ്ട്. അതാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞത് യുദ്ധം. പിന്നെ ഗവൺമെന്റ് പല ലെവലിൽ ലഭിക്കുന്ന പലിശകൾ, പെൻഷൻ ഗവൺമെന്റ് കൊടുക്കുന്ന ഒരു പ്രധാനപ്പെട്ട ചെലവാണ്. അപ്പൊ ഇതന്നെ ഗവൺമെന്റ് അലൗഡ് ആയിട്ടുള്ളതാണ്. അതാണ് യുദ്ധത്തിന് വേണ്ടി ചെലവാക്കുന്നു, പലിശ, പെൻഷൻ ഇവയെല്ലാം. ഇത് പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കാം, ഇത് തന്നെ വികസനേതര ചെലവുകൾ എന്ന് വെച്ചാൽ അവിടെ അർത്ഥമാക്കുന്ന ഒരു ജനങ്ങളുടെ വികസനം ലക്ഷ്യമാക്കിയുള്ള വികസനേതര ചെലവ്, വികസിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് തുറമുഖം, വ്യവസായം, വിദ്യാഭ്യാസ സൗകര്യങ്ങൾ എന്നിവ ആരംഭിക്കുന്നത്. എന്നാൽ വികസനേതര ചെലവുകളാണ് യുദ്ധം. അപ്പം വികസനത്തിന് വേണ്ടിയിട്ടല്ലല്ലോ യുദ്ധം ചെയ്യുന്നത്. പലിശ ഈടാക്കാറുണ്ട്, അതുപോലെ തന്നെ പെൻഷൻ അലോഡ് ചെയ്ത് നൽകാറുണ്ട്. ഇതൊക്കെ തന്നെ ഒരു രാഷ്ട്രത്തിന്റെ വികസനത്തിന് വേണ്ടിയിട്ടുള്ള വികസനേതര ചെലവുകൾ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. മനസ്സിലായല്ലോ. ഈ രണ്ട് പോയിന്റും ഇങ്ങനെ തന്നെ പഠിച്ചു വയ്ക്കണം. വികസിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടും വികസനേതരമായിട്ടുള്ള ചെലവുകൾ ഒരു രാജ്യത്തിന്റെ വെൽഫെയറിന് വേണ്ടിയിട്ട് ചെലവാക്കുന്നവയാണ് ഇവയെല്ലാം. ഇനി പൊതുചെലവുകൾ വർദ്ധിക്കുന്നതിനുള്ള കാരണങ്ങളാണ് പഠിക്കേണ്ടത്. എന്തുകൊണ്ടായിരിക്കും ഇവയൊക്കെ തന്നെ വർദ്ധിക്കുന്നതിന് കാര്യം? അതുപോലെ നമ്മൾ പറയാം വിദ്യാഭ്യാസ സൗകര്യങ്ങൾ കൂടുതൽ കൊണ്ടുവരുന്നതിന്റെ ഉദ്ദേശം എന്താ? അപ്പൊ നമുക്ക് ഈ പറയുന്ന എല്ലാ ചെലവുകളുടെയും അമിത വർധനവിന് കാരണം ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്താണ്? ഓവർ പോപ്പുലേഷൻ ആണ്, ജനസംഖ്യയിൽ ഉണ്ടാകുന്ന വർധനവാണ്. പ്രതിരോധ ചെലവ് നമുക്ക് എപ്പോഴാണ് വേണ്ടി വരും? യുദ്ധം വേണ്ടി വരും. ഇപ്പൊ ശത്രുരാജ്യങ്ങളിൽ നിന്നും നമ്മുടെ രക്ഷ നേടുന്നതിന് വേണ്ടി ഗവൺമെന്റ് എന്ത് ചെയ്യും? നിരവധി ആഭ്യന്തര കാര്യങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതായിട്ടുണ്ട്. സോ പ്രതിരോധ ചെലവിലുള്ള വർധന നമുക്ക് എന്ത് ചെയ്യും? ഓവറായിട്ട് നമ്മൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് വേണ്ടി, യുദ്ധാവശ്യങ്ങൾക്ക് വേണ്ടി ഒരു രാജ്യത്തിന് ഓവറായിട്ട് ചെലവാക്കേണ്ടി വരും. ഇതൊക്കെ തന്നെ പ്രതിരോധ ചെലവിലുള്ള വർധനവ് എന്ത് ചെയ്യും? ഉയർത്തും. ഇങ്ങനെ വർധനവ് ഒരു ഗവൺമെന്റ് ചെലവാക്കുന്ന അവസരത്തില് പൊതുചെലവിന് എന്ത് ചെയ്യും? പൊതുചെലവ് വർദ്ധിക്കുന്നതിന് ഇടയാക്കും. നെക്സ്റ്റ് ക്ഷേമ പ്രവർത്തനം. നമുക്കറിയാലോ ഗവൺമെന്റ് വിവിധ തരത്തിലുള്ള ക്ഷേമ വെൽഫെയർ സ്കീംസുകൾ നടപ്പിൽ വരുത്തുന്നുണ്ട്. അവയിൽ ഒന്നാണ് പെൻഷൻ എന്ന് പറയുന്ന ഒരു വെൽഫെയർ സ്കീമാണ് ഗവൺമെന്റ് ജനങ്ങൾക്ക് വേണ്ടി നൽകുന്നത്. പക്ഷെ ഒരു വികസന ചെലവ് നമുക്ക് പറയാൻ കഴിയത്തില്ല. അതൊരു വികസനേതര ചെലവുകൾക്ക് ഉദാഹരണമാണ് പെൻഷൻ. ഇങ്ങനെയാണ് പഠിച്ചെടുക്കേണ്ടത്. നോക്കൂ. പിന്നെ ശമ്പളം നൽകാറുണ്ട്, ഗവൺമെന്റ് ശമ്പളം കൊടുക്കാറുണ്ട്. നഗരവൽക്കരണം, അർബനൈസേഷൻ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ള എങ്ങനെയാണ് നഗരങ്ങളുടെ വികസനം. അവിടെ നമുക്കറിയാം ജനസംഖ്യയിലുണ്ടാകുന്ന അമിതമായ വളർച്ച, ഇൻഡസ്ട്രിയലൈസേഷൻ വ്യവസായങ്ങളിലുള്ള വർധനവും എന്തിലേക്ക് വഴിതെളിക്കാം? അർബനൈസേഷൻ അഥവാ നഗരവൽക്കരണത്തിലേക്ക് വഴിതെളിക്കാം. അപ്പൊ ഈ പോയിന്റ് പഠിച്ചല്ലോ. പൊതുചെലവ് വർദ്ധിക്കുന്നതിനുള്ള കാരണങ്ങള് ജനസംഖ്യാ വർധനവ്, പ്രതിരോധ ചെലവിന്റെ വർധനവ്, ക്ഷേമ പ്രവർത്തനങ്ങൾ, നഗരവൽക്കരണം, ശമ്പളം ഗവൺമെന്റ് കൊടുക്കുന്നതാണ്. അത് ചെലവ് വർദ്ധിക്കുന്നതിനും ഇടയാകുമോ അല്ലെ? ശമ്പളം കൊടുക്കുന്ന ചെലവ് വർദ്ധിക്കുന്നതിനുള്ള മറ്റൊരു കാരണമാണ്. അപ്പൊ ഇത്രയും പോയിന്റ് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ നമ്മൾ എക്സ്പെൻഡിച്ചർ മാറ്റാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ഗവൺമെന്റ് നമ്മൾ ഓൾറെഡി പഠിച്ചതെന്ന് വെച്ചാൽ നമ്മുടെ പ്രധാനപ്പെട്ട വരുമാന മാർഗങ്ങൾ പഠിച്ചു അല്ല. നമുക്ക് ഗവൺമെന്റിന്റെ ഏറ്റവും വലിയൊരു വരുമാനം എന്ന് പറഞ്ഞാൽ എന്താ? നികുതികളിൽ നിന്നാണ്, ടാക്സിൽ നിന്നാണ് ഈടാക്കുന്നത്. അപ്പൊ അവിടെ നമ്മൾ നികുതികളെ പ്രധാനമായും പ്രത്യക്ഷ നികുതികളെന്നും പരോക്ഷ നികുതികളെന്നും രണ്ട് കാറ്റഗറൈസ് ആയിട്ട് തിരിച്ചു പഠിച്ചു. അപ്പൊ നികുതിയിൽ നിന്ന് ഗവൺമെന്റിന് വരുമാനം കിട്ടി. ഗവൺമെന്റ് ഏറ്റവും വലിയൊരു വരുമാന മാർഗം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള നികുതികളിൽ നിന്നുള്ള വരുമാനമാണ്. മനസ്സിലായല്ലോ. അപ്പൊ ഇവിടെ നമ്മൾ പഠിക്കുന്നത് നികുതി ഇതര വരുമാനവും കൂടി ഗവൺമെന്റിന് ലഭ്യമാകുന്നുണ്ട്. അപ്പൊ അവ ഏതൊക്കെയാണ്? ഫീസ്. മനസ്സിലായല്ലോ. സർക്കാർ സേവനങ്ങൾക്കുള്ള പ്രതിഫലമായി ഈടാക്കുന്ന ഫീസുകൾ എന്തിലുള്ളതാണ്? ഒരു നികുതി ഇതര വരുമാനമാണ്. നെക്സ്റ്റ് അതുപോലെ തന്നെ ലൈസൻസ്. നമുക്ക് ലൈസൻസ് ഫീസ് ഒക്കെ നമ്മൾ അടയ്ക്കാറുണ്ട്. ലൈസൻസ്, രജിസ്ട്രേഷൻ ഫീസ്, ട്യൂഷൻ ഫീ എന്തൊക്കെയാണ് ശ്രദ്ധിക്കുക? ലൈസൻസ്, രജിസ്ട്രേഷൻ ഫീസ്, ട്യൂഷൻ ഫീ മുതലായവ. അതുപോലെ തന്നെ ഫൈനുകളും പെനാൽറ്റികളും, പിന്നെ നിയമം ലംഘിക്കുന്നതിന് വേണ്ടി നൽകുന്ന. അപ്പൊ നമുക്ക് എന്തെങ്കിലും നിയമം ലംഘിക്കാൻ നമ്മൾ എന്ത് കൊടുക്കണം? പെനാൽറ്റി ഈടാക്കും.
ഇതൊക്കെ തന്നെ നിയമപരിരക്ഷയ്ക്ക് വേണ്ടി നമ്മൾ കൊടുക്കുന്ന ശിക്ഷ, നിയമങ്ങൾ ലംഘിക്കുന്നവർക്കുള്ള ശിക്ഷയിൽ നിന്നും ലഭ്യമാവുന്നതാണ്. പെനാൽറ്റികൾ കൊടുക്കേണ്ടവരും ഫൈനുകളും കൊടുക്കില്ല. അപ്പൊ ഇതെല്ലാം തന്നെ സ്രോതസ്സുകളാണ്, സോഴ്സസ് ഓഫ് ആരുടെ ഗവൺമെന്റിന് ലഭ്യമാകുന്ന പ്രധാനപ്പെട്ട ചില നികുതി ഇതര വരുമാനങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഫൈനുകൾ ലഭിക്കാറുണ്ട്, പരീക്ഷാ ഫീസുകൾ ലഭിക്കാറുണ്ട്, ട്യൂഷൻ ഫീസുകൾ ലഭിക്കാറുണ്ട്, ലൈസൻസുകളും പെനാൽറ്റികളും. അതിനാ വേണ്ടിയിട്ടാണ് നൽകുന്നത്. നിയമലംഘനം നടത്തുന്നവർക്ക് വേണ്ടിയിട്ട് ശിക്ഷയിൽ നിന്നും ഗവൺമെന്റ് ഈടാക്കുന്ന ഒരു വരുമാനമാണ്. അപ്പൊ ഗവൺമെന്റ് ലഭിക്കുന്ന ഒരു വരുമാനമാണ്. ഇവയെല്ലാം തന്നെ നികുതി ഇതര വരുമാന സ്രോതസ്സുകൾ. ഇത് മാത്രമാണോ ഗവൺമെന്റിന് ലഭ്യമാകുന്ന നികുതി ഇതര വരുമാന സ്രോതസ്? അല്ല, പ്രോഫിറ്റ്, ലാഭം ലഭിക്കാറുണ്ട്. നമ്മൾ ഒരു ബിസിനസ് തുടങ്ങിയാലും നമ്മുടെ അവിടുത്തെ ലക്ഷ്യം എന്താണ്? നമ്മുടെ പ്രോഫിറ്റ്, അതായത് നമ്മുടെ ലാഭം ലക്ഷ്യമാക്കിക്കൊണ്ടാണ് നടക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. അപ്പോൾ പ്രോഫിറ്റ് സർക്കാർ നടത്തുന്ന നഗരങ്ങളിൽ നിന്നും അല്ല സംരംഭങ്ങളിൽ നിന്നുമുള്ള അറ്റ വരുമാനം. ഇവിടെ മറ്റൊരു പ്രശ്നം കൂടെ ഉണ്ട്, അറ്റ വരുമാനം. അപ്പോൾ വരുമാനത്തെ കുറിച്ച് നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടായിരിക്കും. അതിൽ അറ്റ ആഭ്യന്തര വരുമാനവും നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അറ്റ ആഭ്യന്തര വരുമാനം എന്നൊക്കെ പറഞ്ഞ എന്താണ്? നമ്മൾ തേയ്മാന ചെലവുണ്ടല്ലോ, നമ്മളൊരു പ്രോഡക്റ്റ് വാങ്ങിച്ചാലും നമ്മൾ വിവിധ ആവശ്യങ്ങൾ ഒത്തിരി വർഷം ഉപയോഗിക്കുമ്പോൾ നമുക്കവിടെ തേയ്മാനം സംഭവിക്കും. അപ്പോൾ നമ്മൾ ഈ അറ്റം എന്ന് പറയുമ്പോൾ തേയ്മാന ചെലവും കൂടി പരിഗണിച്ച് നൽകുന്നതിന് അറ്റ വരുമാനം എന്ന് പറയുന്നത്. ഇത് ഓൾറെഡി നിങ്ങൾ പഠിച്ചിട്ടുള്ളത് കൊണ്ടാണ് ജസ്റ്റ് ഞാൻ പഠിപ്പിച്ച് മാത്രം പോയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ പ്രോഫിറ്റ് എന്ന് വെച്ചാൽ സർക്കാർ നടത്തുന്ന സംരംഭങ്ങളിൽ നിന്നുള്ള അറ്റ വരുമാനമാണ് ലാഭം. നമുക്ക് തേയ്മാന ചെലവ് കൂടി കഴിഞ്ഞിട്ടാണ് നമുക്കൊരു മിക്കവാറും ഒരു പ്രോഡക്റ്റ് നമുക്ക് വരുമാനം ലഭിക്കുന്നത്. ഇതിനെയാണ് ലാഭം എന്ന് പറയുന്നത്. അപ്പൊ ഗവൺമെന്റിനും എന്ത് ലഭിക്കാറുണ്ട്? ഇത്തരത്തിൽ ലാഭം പല വിധത്തിൽ അതായത് പ്രധാനമായിട്ടും അറ്റ വരുമാനത്തിൽ നിന്നും ഗവൺമെന്റിന് ലാഭം ലഭിക്കാറുണ്ട്. അപ്പൊ അത് ഗവൺമെന്റിന്റെ ഒരു എന്താ പറയുന്ന ഒരു സോഴ്സ് ഓഫ് ഇൻകം ആണ്. ദെൻ നോക്കൂ, നമുക്കിവിടെ പലിശ ഈടാക്കാറുണ്ട്. അപ്പൊ ഇവിടെ ഞങ്ങള് സർക്കാർ വിവിധ സംരംഭങ്ങൾക്ക്, ഏജൻസികൾക്കും രാജ്യങ്ങൾക്കും നൽകുന്ന വായ്പയാണ് പലിശ ലഭ്യമാകുന്നത്. അപ്പൊ എങ്ങനെയാണ് ഈ ഗവൺമെന്റിന് പലിശ ലഭ്യമാക്കുന്നതെന്ന് വെച്ചാൽ സർക്കാർ വിവിധ സംരംഭങ്ങൾക്കും ഏജൻസികൾക്കും രാജ്യങ്ങൾക്കും നൽകുന്ന വായ്പയാണ് പലിശ. നമുക്കറിയാം വിവിധ സംരംഭങ്ങളും ഏജൻസികളും ഒക്കെ തന്നെ സർക്കാരിൽ നിന്ന് വായ്പ എടുക്കാറുണ്ട്. അപ്പൊ അവിടെ എന്ത് ചെയ്യും? ഈ വായ്പ എടുക്കുന്നത് സർക്കാരിനൊരു ഇൻട്രസ്റ്റ് ലഭിക്കാറുണ്ട്. അപ്പൊ ഇതാണ് ഗവൺമെന്റിന്റെ വരുമാന സ്രോതസ്സിന്റെ അല്ലെങ്കിൽ നികുതിയിതര വരുമാന സ്രോതസ്സിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട സംരംഭമാണ് പലിശ എന്നറിയപ്പെടുന്നത്, പ്രോഫിറ്റ് എന്നറിയപ്പെടുന്നത്. പ്രോഫിറ്റ് എങ്ങനെ ലഭിക്കുന്നത്? അറ്റ വരുമാനത്തിൽ നിന്നാണ് പ്രോഫിറ്റ് ലഭ്യമാകുന്നത്. അപ്പൊ എന്താണ് അറ്റ വരുമാനം എന്ന് മനസ്സിലായല്ലോ. തേയ്മാന ചെലവ് കൂടി കളഞ്ഞു കിട്ടുന്നതാണ് അറ്റ വരുമാനം എന്ന് പറയുന്നത്. പലിശ എന്ന് വെച്ചാൽ സർക്കാർ വിവിധ സംരംഭങ്ങൾക്കും ഏജൻസികൾക്കും രാജ്യങ്ങൾക്കും നൽകുന്ന വായ്പയാണ് പലിശ അഥവാ ഇൻട്രസ്റ്റ് എന്നറിയപ്പെടുന്നത്. മനസ്സിലായല്ലോ. ആദ്യമായിട്ട് പാട്ടസിദ്ധാന്തം അവതരിപ്പിച്ചത് ആരാണ്? റിക്കാർഡോയാണ് ആദ്യമായിട്ട് പാട്ടസിദ്ധാന്തം അവതരിപ്പിച്ചത്. കൂടി മനസ്സിലാക്കുക. റെന്റ് തിയറി കേട്ടോ. ഞാനിപ്പോ പലിശയെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് റെന്റ് തിയറി അഥവാ പാട്ടസിദ്ധാന്തം അവതരിപ്പിച്ചത് ഡേവിഡ് റിക്കാർഡോയാണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഡേവിഡ് റിക്കാർഡോയാണ് പാഠസിദ്ധാന്തം അവതരിപ്പിച്ചത്. പിന്നെ പലിശയുമായിട്ട് ബന്ധപ്പെട്ട് ഇൻട്രസ്റ്റ് ഒരുപാട് തിയറി ഉണ്ട്, അത് നിങ്ങൾ ഓൾറെഡി പഠിച്ച് കാണും. ഓക്കെ. അതുപോലെ തന്നെ പ്രോഫിറ്റുമായി ബന്ധപ്പെട്ട് അപ്പൊ നമ്മളിവിടെ ഫസ്റ്റ്ലി പഠിച്ചത് എന്താണ്? ടാക്സുകളാണ് അല്ലെ. അപ്പൊ ടാക്സുകൾ പഠിക്കുമ്പോൾ തന്നെ അതിനോടൊപ്പം തന്നെ നമ്മൾ ചെലവുകളെ കൂടി പഠിക്കണം. അപ്പൊ ചെലവുകൾ നമ്മൾ ആദ്യം പഠിക്കേണ്ട എവിടെ നിന്നാണ്? അപ്പൊ ഒരു കുടുംബ ബഡ്ജറ്റിലും ഒരു ചെലവ് ചെയ്യാറുണ്ട് അല്ലെ. കുടുംബത്തിൽ നമുക്ക് ചെലവുകൾ കണക്കാക്കാറുണ്ട്. അപ്പൊ ചെലവുമായി ബന്ധപ്പെട്ടൊരു തിയറി തന്നെ ഉണ്ട്, പ്രധാനപ്പെട്ട ചെലവ് സിദ്ധാന്തം എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഇവിടെ നമ്മൾ പറയുന്നത് പൊതുവിലുള്ള ചെലവ്. ഇപ്പൊ നമ്മളവിടെ ആദ്യം എടുക്കേണ്ട ഗവൺമെന്റിന്റെ ചെലവാണ്. അപ്പൊ ഇവിടെ റോഡ് വികസന ചെലവുകളും വികസനേതര ചെലവുകളും എന്ന് രണ്ടായി തരംതിരിച്ചിട്ടുണ്ട്. ഇത് ഏതൊക്കെയാണ്? റോഡ്, പാലം, തുറമുഖം, വ്യവസായം, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്നിവയ്ക്ക് വേണ്ടി ഇതൊക്കെ തന്നെ വെൽഫെയർ സ്കീമുകളാണ്. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു. ഇതിനു വേണ്ടി ഗവൺമെന്റ് ചെലവാക്കുന്നതിനാണ് വികസന ചെലവുകൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ദെൻ വികസനേതര ചെലവുകൾ എന്ന് പറയുമ്പോൾ എന്താ? അവിടെ നമ്മൾ വികസനം ലക്ഷ്യമാക്കിയിട്ടല്ല യുദ്ധത്തിൽ ഏർപ്പെടുന്നതോ പ്രതിരോധ സംവിധാനത്തിൽ ഏർപ്പെടുന്നതോ ഒക്കെ തന്നെ. നെക്സ്റ്റ് വരുന്ന പലിശയാണ്. അപ്പൊ പലിശയും ഗവൺമെന്റ് ലഭിക്കുന്ന ഒരു എന്താ പറയുന്ന വരുമാനമാണ്. നെക്സ്റ്റ് പറയുന്ന പെൻഷൻ. അപ്പൊ ഇവയെല്ലാം തന്നെ വികസനേതര ചെലവുകൾക്ക് ഉദാഹരണമാണ്. ഇനി നോക്കിയേ, പൊതുചെലവുകൾ വർദ്ധിക്കുന്നതിനുള്ള കാരണം നിങ്ങൾക്ക് തന്നെ അറിയാം. ജനസംഖ്യയിൽ ഉണ്ടാകുന്ന അമിതമായ വർധനവ് പൊതുചെലവ് വർദ്ധിക്കുന്നതിനിടയാക്കുന്നു. പ്രതിരോധ നമ്മൾ മിക്കവാറും നമ്മുടെ ഇന്ത്യ ഒരു സംരക്ഷണ പ്രൊട്ടക്ഷന് വേണ്ടി നമ്മൾ പ്രതിരോധ ചെലവുകൾക്ക് വേണ്ടി തുക ഈടാക്കാറുണ്ട്. പ്രതിരോധ ചെലവുകൾക്ക് വേണ്ടിയിട്ടാണ് യുദ്ധം നമുക്ക് അനിവാര്യ ഘടകമാണ്. അപ്പൊ ഇതിനു വേണ്ടി നമുക്ക് ഒത്തിരി ചെലവ് നമ്മൾ ചെയ്യാറുണ്ട്. ഇതിനെയാണ് പ്രതിരോധ ചെലവിന്റെ വർധനവ് എന്ന് പറയുന്നത്. ക്ഷേമപ്രവർത്തനം നമുക്കറിയാം. വെൽഫെയർ സ്കീംസുകൾ ഗവൺമെന്റ് നമുക്ക് വിവിധ തരത്തിൽ പെൻഷൻ ആയാലും വാർദ്ധക്യകാല പെൻഷൻ എന്നിങ്ങനെ നിലയിൽ ഇതൊക്കെ തന്നെ പ്രീവിയസ്ലി ചോദിച്ച ചില ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ വെൽഫെയർ സ്കീമുകൾ എല്ലാം പഠിച്ചു വയ്ക്കുക. ബിക്കോസ് ഇത് ഞാൻ ക്ഷേമപ്രവർത്തനം എന്ന് പറഞ്ഞപ്പോഴാണ് പറഞ്ഞത്. നിരവധി ക്ഷേമ പെൻഷനുകളുണ്ട്. അടൽ പെൻഷൻ യോജന, അടൽ ബീഹാർ യോജന, അങ്ങനെയൊക്കെയുള്ള ഒത്തിരി പെൻഷൻ സ്കീമുകളുണ്ട്. അത് മറ്റൊരു ക്ലാസ്സിൽ ഓൾറെഡി ചിലപ്പോൾ പഠിച്ചിട്ടുണ്ടായിരിക്കാം. എങ്കിലും നിങ്ങൾ ശ്രദ്ധിച്ചു വെക്കേണ്ട കാര്യം ഈ ഗവൺമെന്റിന്റെ ക്ഷേമ പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞിട്ട്
വളരെ ഇമ്പോർട്ടൻ്റ്ലി പഠിക്കുക. കാര്യം 2 വർഷമായിട്ട് ഈ ക്ഷേമ വെൽഫെയർ സ്കീമുകളിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചുകൊണ്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. സോ ഇനി നഗരവൽക്കരണം, അർബനൈസേഷൻ. നമ്മൾ പറഞ്ഞു എന്തുകൊണ്ടാണ് അർബനൈസേഷൻ ഉണ്ടാകുന്നതെന്ന് പറഞ്ഞു, അത് പഠിച്ചു വയ്ക്കുക. പിന്നെ ശമ്പളം, ഇവയെല്ലാം തന്നെ ഗവൺമെന്റിന് ലഭ്യമാകുന്ന പ്രധാനപ്പെട്ട ചെലവ് വർദ്ധിപ്പിക്കുന്നതിനുള്ള കാരണങ്ങളാണ്. ലാസ്റ്റ്ലി നമ്മൾ പഠിച്ച നികുതിതര വരുമാന എന്ന് പറഞ്ഞാൽ ഫീസ്, പെനാൽറ്റികൾ, ട്യൂഷൻ ഫീസ്, പലിശ, പ്രോഫിറ്റ്, ഇവിടെ നിന്നൊക്കെ തന്നെ ഗവൺമെന്റ് ലഭിക്കുന്നത് എന്താണ്? നികുതിതര വരുമാനങ്ങൾ ആണ്. സോ നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫെഡറൽ ഫിനാൻസ് ആണ്. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് ടോപ്പിക്കാണ് ഫെഡറൽ ഫിനാൻസ്. അപ്പോൾ എന്താണ് ഫെഡറലിസം? ഓൾറെഡി നിങ്ങൾ പൊളിറ്റിക്സിലൊക്കെ പഠിച്ചിട്ടുണ്ട് ഫെഡറലിസം. അവിടെ നമ്മൾ പഠിച്ചിട്ടുള്ളത് ഇത്രയാണ്. ഫെഡറലിസം എന്ന് പറയുമ്പോൾ അധികാര വികേന്ദ്രീകരണമാണ്. കേന്ദ്രവും സംസ്ഥാനവും തമ്മിലുള്ള അധികാര വികേന്ദ്രീയത്തെയാണ് ഫെഡറലിസം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. പക്ഷെ ഞങ്ങൾ ഇവിടോട്ട് വരുമ്പോൾ ഫെഡറൽ ഫിനാൻസ് ആണ് ഞങ്ങൾ പഠിക്കുന്നത്. അപ്പോൾ ഇവിടെ എന്താണെന്ന് നോക്കാം. ഫെഡറൽ ഫിനാൻസ് എന്നത് ഒരു കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് അതത് പ്രവർത്തനങ്ങൾ കാര്യക്ഷമമായി നിർവഹിക്കുന്നതിന് വരുമാന സ്രോതസ് ഏൽപ്പിക്കുന്ന സംവിധാനത്തെയാണ് ഫെഡറൽ ഫിനാൻസ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കാൻ ഞങ്ങൾ ഫെഡറലിസം അല്ല ഫെഡറൽ ഫിനാൻസ് ആണ് പഠിക്കുന്നത്. ഇവിടെ കേന്ദ്രവും സംസ്ഥാനവും തമ്മിലുള്ള അധികാര കേന്ദ്രീകരണം തന്നെയാണ് നിർവഹിക്കുന്നത്. എങ്കിൽ അവിടെ എന്ത് വേണം? കാര്യക്ഷമമായി നിർവഹിക്കുന്നതിന് വരുമാന സ്രോതസ് നമുക്ക് വേണം. ഇങ്ങനെ വരുമാന സ്രോതസ് ഏൽപ്പിക്കുന്ന സംവിധാനത്തെയാണ് ഫെഡറൽ ഫിനാൻസ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പൊ നോക്കാം, ഫെഡറൽ ഫിനാൻസ് എന്നാൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് അതത് പ്രവർത്തനങ്ങൾ കാര്യക്ഷമമായി നിർവഹിക്കുന്നതിനുള്ള വരുമാന സ്രോതസ് ഏൽപ്പിക്കുന്ന ഒരു സംവിധാനത്തെയാണ് ഫെഡറൽ ഫിനാൻസ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പൊ ഈ അധികാര വിഭജനം എന്നത് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഭരണഘടനയിൽ തന്നെ അധികാര വിഭജനം വളരെ വ്യക്തമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. ആരൊക്കെയാണ്? അതിനാൽ ആരും അതിന്റെ പരിധി ലംഘിക്കുകയോ മറ്റുള്ളവരുടെ പ്രവർത്തനങ്ങൾ അതിക്രമിച്ച് കയറുകയും സ്വന്തം ഉത്തരവാദിത്ത മേഖലയിൽ പ്രവർത്തിക്കുകയും ചെയ്യും. എന്തിനാണ് എന്നറിയപ്പെടുന്നത്? അധികാര വിഭജനം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പൊ ഈ അധികാര വിഭജനം എന്നത് നമ്മൾ എങ്ങനെയാണ് നടപ്പിൽ വരുത്തുന്നത്? നമ്മുടെ കേന്ദ്രത്തിന്റെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഗവൺമെന്റ് നടപടിക്രമങ്ങൾ നടത്തിക്കൊണ്ട് പോകുന്നതിന് 3 ലിസ്റ്റുകളായി നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ 3 ലിസ്റ്റുകളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനയുടെ ഷെഡ്യൂളാണ് ഏതാണ്? 7th ഷെഡ്യൂൾ. അപ്പൊ നമുക്ക് എത്ര ഷെഡ്യൂളുകളുണ്ട്? 12 ഷെഡ്യൂളുകളുണ്ട്. നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക, നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ 12 ഷെഡ്യൂളുകളുണ്ട്. അതിൽ 7ാമത്തെ ഷെഡ്യൂൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ 7ാമത്തെ ഷെഡ്യൂളിലാണ് ലിസ്റ്റുകളെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. 3 തരത്തിലുള്ള ലിസ്റ്റുകളുണ്ട്: യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ്. അങ്ങനെ നമ്മുടെ അധികാര വിഭജനം, അതായത് നമ്മുടെ അഡ്മിനിസ്ട്രേഷൻ സിസ്റ്റം ശരിയായ വിധത്തിൽ ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് ഈ ലിസ്റ്റുകളിലൂടെയാണ്. അപ്പൊ നമ്മൾ ഇവിടെ തന്നെ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ഭരണഘടനയുടെ 7ാമത്തെ ഷെഡ്യൂളിലാണ് 3 ലിസ്റ്റുകളായിട്ട് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ് എന്നിങ്ങനെ ലിസ്റ്റുകളെ 3ആയി തരംതിരിച്ചിരിക്കുന്നു. അപ്പൊ എന്താണ് ഞങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്ന കാര്യം? അധികാര വിഭജനം ഇവിടെ വരുന്നത് ഫെഡറൽ ഫിനാൻസിലൂടെയാണ്. സോ അപ്പൊ ഫെഡറൽ ഫിനാൻസ് എന്നാൽ കേന്ദ്ര, സംസ്ഥാന, പ്രാദേശിക ഗവൺമെന്റുകൾക്ക് തമ്മിലുള്ള വിവിധ വരുമാനങ്ങളുടെയും ചെലവുകളുടെയും വിഭജനം, അല്ലെ? വിവിധ വരുമാനവും ചെലവുകളുടെയും വിഭജനമാണ് വരുന്നത്. അപ്പൊ നമ്മൾ ടോട്ടലായിട്ട് ചെലവാക്കുകയാണോ ചെയ്യുന്നത്? അല്ല. അപ്പൊ നമ്മൾ ഇവിടെ ചെലവുകളും വരുമാനവും ഗവൺമെന്റിന് ലഭ്യമാകുന്നതും ചെലവാക്കുന്നതും വരുമാനം ലഭ്യമാകുന്നതും 3 ലിസ്റ്റിലൂടെയാണ്. ഫോർ എക്സാമ്പിൾ ഞാൻ പറയുകയാണ്, പ്രതിരോധം എന്നുള്ളത് ഒരു യൂണിയൻ ലിസ്റ്റാണ്. അപ്പൊ ഈ യൂണിയൻ ലിസ്റ്റിൽ പ്രതിരോധത്തിന് വേണ്ടിയിട്ടുള്ള എല്ലാ ചെലവുകളും സംസ്ഥാന ഗവൺമെന്റ് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പൊ ആ ചെലവ് വഹിക്കേണ്ടത് ആരാ? കേന്ദ്ര ഗവൺമെന്റ് വഹിക്കുന്ന ഒരു ചെലവാണ്. അങ്ങനെ വളരെ കാര്യക്ഷമമായിട്ടുള്ള, വളരെ ആഭ്യന്തരമായിട്ടുള്ള, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചില വകുപ്പുകൾ, തുറമുഖം ഫോർ എക്സാമ്പിൾ, പ്രതിരോധം, തുറമുഖം, അല്ലെ, എയർ ഇന്ത്യ, അങ്ങനെയൊക്കെയുള്ള വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചില നടപടിക്രമങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് യൂണിയൻ ലിസ്റ്റിലാണ്. അപ്പൊ ഇതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ചെലവുകളും കേന്ദ്ര ഗവൺമെന്റ് ആണ് വഹിക്കുന്നത്. ഇനി സംസ്ഥാന ചിലവുകളുണ്ട്. അപ്പൊ സംസ്ഥാന ചിലവുകൾക്ക് വേണ്ടിയിട്ടുള്ള വകുപ്പുകളെല്ലാം വഹിക്കുന്നത് ആരാ? വരുമാനം നേടുന്നതും സംസ്ഥാന ഗവൺമെന്റ് ആണ്. അപ്പൊ ഇവർ രണ്ടുപേരും കൂടെ ചേർന്നിട്ടാണ് കൺകറന്റ് ലിസ്റ്റില്. കൺകറന്റ് ലിസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് കേന്ദ്ര സർക്കാരും സംസ്ഥാന ഗവൺമെന്റും കൂടെ ചേർന്നിട്ടുള്ള ചില വകുപ്പുകൾ കാര്യക്ഷമമായി നടത്തിക്കൊണ്ട് പോകുന്നത് കൺകറന്റ് ലിസ്റ്റിലൂടെയാണ്. അപ്പോൾ ഫെഡറൽ ഫിനാൻസ് എന്നാൽ കേന്ദ്ര, സംസ്ഥാന, പ്രാദേശിക ഗവൺമെന്റുകൾ തമ്മിലുള്ള വിവിധ വരുമാനങ്ങളുടെയും ചെലവുകളുടെയും വിഭജനം ഏകോപിക്കുക. അല്ലെങ്കിൽ വരുമാനം നമ്മളോട് ഏകോപിച്ചല്ലേ കൊണ്ടുപോകണം. ഏകോപിച്ചു കൊണ്ടുപോകുന്ന ഒരു ബഹുതര വികേന്ദ്രീകരണ വ്യവസ്ഥയാണ്. അല്ലെ, ഇവിടെയും അധികാര വികേന്ദ്രീകരണം തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. വികേന്ദ്രീകരണ വ്യവസ്ഥയാണ് എന്തെന്നറിയപ്പെടുന്നത് ഫിസ്ക്കൽ ഫെഡറലിസം. എന്താണ് ഫിസ്ക്കൽ ഫെഡറലിസം? ഇത് ചോദിച്ചിട്ടുള്ളതാണ്. ഫിസ്ക്കൽ ഫെഡറലിസം എന്ന പേരിൽ അറിയപ്പെടുന്നത്.
ഓക്കെ, മനസ്സിലായിട്ടില്ലെന്ന് തോന്നുന്നു. സോ അപ്പൊ ഇവിടെ നോക്കാം, ഫെഡറൽ ഫിനാൻസ് ഒന്നുകൂടെ പറഞ്ഞിരിക്കുക. ഫെഡറൽ ഫിനാൻസ് എന്നാൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് അതത് പ്രവർത്തനങ്ങൾ കാര്യക്ഷമമായി നിർവഹിക്കുന്നതിനുള്ള വരുമാന സ്രോതസ്സാണ്. വരുമാന സ്രോതസ്സിൽ ഏൽപ്പിക്കുന്ന സംവിധാനത്തെയാണ് ഫെഡറൽ ഫിനാൻസ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ അധികാര വിഭജനം, നമ്മുടെ ഭരണഘടനയിൽ അധികാര വിഭജനത്തിന് വ്യക്തമായി തന്നെ വിഭജനമുണ്ട്. അതിനാൽ ആരും ഇതിന്റെ പരിധി ലംഘിക്കുകയും മറ്റുള്ളവരുടെ പ്രവർത്തനങ്ങൾ അതിക്രമിച്ച് കയറുകയും ചെയ്യരുത്, അല്ലെ? അതിക്രമിച്ച് കയറുകയും സ്വന്തം ഉത്തരവാദിത്ത മേഖലയിൽ പ്രവർത്തിക്കുകയും ചെയ്യും. അധികാരം വിഭജിക്കുകയാണ് നമ്മള്. ഇപ്പൊ നമുക്കുള്ള ഒരു ഗവൺമെന്റിന് ഉണ്ടാകുന്ന ഒരു അധികാരത്തെ നമ്മൾ മൂന്നായിട്ട് വിഭജിച്ചാ പോകുന്നത്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ പറയുവാണ്, തുറമുഖ വികസനം എന്ന് പറയുന്നത് ഒരു യൂണിയൻ ലിസ്റ്റിൽ ഇൻക്ലൂഡ് ചെയ്യാം. ഇവിടെ വിഭജിക്കുകയല്ല. ഇപ്പൊ നമ്മൾ കേന്ദ്രത്തിന് മാത്രമാണോ? അതല്ല, സംസ്ഥാനങ്ങളും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ്. അങ്ങനെ അധികാരത്തെ നമുക്ക് ടോട്ടലുള്ള നമ്മുടെ ഗവൺമെന്റിന്റെ അധികാരത്തെ വിഭജിച്ച് ആണ് ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കുന്നത്. ഇതിനെയാണ് അധികാര വിഭജനം എന്ന് പറയുന്നത്. അപ്പൊ സ്വന്തം ഉത്തരവാദിത്ത മേഖലയിൽ പ്രവർത്തിച്ചു കൊണ്ടാണ് 3 തരം ലിസ്റ്റുകൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സ്വന്തം അധികാര മേഖലയിലാണ് ഇവിടെ പ്രവർത്തിക്കുന്നത്. ഏതിലാ? ഈ അധികാര വിഭജനത്തിൽ. അങ്ങനെ 3 ലിസ്റ്റുകളായിട്ട് ഞങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നു: യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ്. അപ്പൊ നമുക്ക് നോക്കാം. ഫെഡറൽ ഫിനാൻസ് എന്നാൽ കേന്ദ്ര, സംസ്ഥാന, പ്രാദേശിക ഗവൺമെന്റുകൾക്ക് തമ്മിലുള്ള വിവിധ വരുമാനത്തിന്റെയും ചെലവുകളുടെയും വിഭജനവും ഏകോപനവും തമ്മിലുള്ള ബഹുതര വികേന്ദ്രീകരണ വ്യവസ്ഥയാണ് ഫിസ്ക്കൽ ഫെഡറലിസം എന്നതുകൊണ്ട്. അപ്പൊ നമ്മൾ ഫെഡറൽ ഫിനാൻസ് എന്താണെന്ന് പഠിച്ചു. അധികാര വിഭജനം, 3 തരം ലിസ്റ്റുകളുണ്ട്: യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ്. അപ്പൊ ഇവ ഞങ്ങൾക്ക് ടോട്ടൽ ഷെഡ്യൂൾ 12 ഷെഡ്യൂളുകളുണ്ട്. അതിൽ 7ാമത്തെ ഷെഡ്യൂളിലാണ് ഈ 3 ലിസ്റ്റുകളെയും കുറിച്ച് നമുക്ക് ഈ 3 ഷെഡ്യൂളുകൾ കൂടെ പഠിച്ചിരിക്കേണ്ടതായിട്ടുണ്ട്. ഈ ലിസ്റ്റുകൾ പഠിച്ചിരിക്കേണ്ടതായിട്ടുണ്ട്. എന്താണ് ഫിസ്ക്കൽ ഫെഡറലിസം? അവിടെ അധികാര വിഭജനം തന്നെയാണ്. എന്തിനാ അധികാര വിഭജനം നടക്കുന്നത്? അപ്പൊ വരുമാനങ്ങളുടെയും ചെലവുകളുടെയും വിഭജനവും ഏകോപനവുമാണ് ഈ ബഹുതര വികേന്ദ്രീകരണ വ്യവസ്ഥ. അങ്ങനെ ഉള്ള വിഭജനത്തിന്റെ ഒരു ബഹുതര വികേന്ദ്രീകരണ വ്യവസ്ഥയെ പറയുന്ന പേരാണ് ഫിസ്ക്കൽ ഫെഡറലിസം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. സോ ഇന്ത്യൻ ഭരണഘടനയുടെ 12ാമത്തെ ഷെഡ്യൂളിലാണ് നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു, നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിൽ 12 ഷെഡ്യൂളുകൾ ഉണ്ടെന്ന് പറഞ്ഞു. ഈ 12 ഷെഡ്യൂളുകളിലാണ്, അല്ലെ, 12 ഷെഡ്യൂള് ഉള്ളതിൽ 7ാമത്തെ ഷെഡ്യൂളിലാണ് യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ് എന്നിവയെ കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്നു. അപ്പൊ ഇന്ത്യൻ ഭരണഘടനയിൽ ടോട്ടൽ എത്ര ഷെഡ്യൂളുകളുണ്ട്? 12 ഷെഡ്യൂളുകളുണ്ട്. അപ്പൊ ഇതിൽ ഏത് ഷെഡ്യൂളിലാണ് യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റുകളെ കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്ന ഷെഡ്യൂൾ എന്ന് പറയുന്നത് 7th ഷെഡ്യൂൾ. ഓക്കെ, ഇനി നെക്സ്റ്റ് പറയുന്നത് നമ്മുടെ ആർട്ടിക്കിൾ 246 പ്രകാരമാണ് ലിസ്റ്റുകളെ കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്നത്. ആർട്ടിക്കിൾ 246 ലിസ്റ്റുകളെ കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്നു. ഇവിടെ നമ്മൾ യൂണിയൻ ലിസ്റ്റ് എന്ന് പറയുന്നത് 100 വിഷയങ്ങളുടെ പട്ടികയാണ്. ഇപ്പോൾ തുടക്കത്തിൽ 100 വിഷയങ്ങൾ ഉണ്ടായിരുന്നില്ല. എന്നാൽ തുടക്കത്തിൽ എത്ര വിഷയമാണ്? യഥാർത്ഥത്തിൽ 97 വിഷയങ്ങളാണ് ഉണ്ടായിരുന്നത് കേട്ടോ, ശ്രദ്ധിക്കുക. അപ്പോൾ അങ്ങനെ ഓപ്ഷൻ അങ്ങനെ വരുവാണെങ്കിൽ ശ്രദ്ധിക്കുക. 100 വിഷയങ്ങളുടെ പട്ടികയാണ് യൂണിയൻ ലിസ്റ്റിൽ. യഥാർത്ഥത്തിൽ 90 വിഷയങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതായത് തുടക്കം വരുന്ന അവസരത്തിൽ 97 വിഷയങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഈ 97 വിഷയങ്ങളിൽ നിന്ന് ഇന്ന് നിങ്ങൾ പഠിച്ചിരിക്കേണ്ടത് 100 വിഷയങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നു. അപ്പോൾ 97 വിഷയങ്ങൾ ഉണ്ടായിരുന്നുള്ളൂ, ഇന്ന് 100 വിഷയങ്ങളുണ്ട്. അതിൽ ഞാൻ എല്ലാ വിഷയങ്ങളും പറഞ്ഞിട്ടില്ല. നമുക്ക് ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന തരത്തിലുള്ള പ്രതിരോധം, റെയിൽവേ, പോസ്റ്റ് ആൻഡ് ടെലിഗ്രാഫ്. അപ്പോൾ പ്രതിരോധം, റെയിൽവേ, പോസ്റ്റ് ആൻഡ് ടെലിഗ്രാഫ് ഇങ്ങനെയുള്ള ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കുക. പ്രതിരോധ മേഖല എന്ന് പറയുന്നത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മേഖലകളാണ്. ഇതെല്ലാം തന്നെ കേന്ദ്ര സർക്കാരിന്റെ നേരിട്ടുള്ള മേൽനോട്ടത്തിലാണ്. ഇങ്ങനെ നമ്മുടെ ഗവൺമെന്റിന്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില വകുപ്പുകൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് എന്തിലാണ്? യൂണിയൻ ലിസ്റ്റിലാണ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, പ്രതിരോധം, റെയിൽവേ, പോസ്റ്റ് ആൻഡ് ടെലിഗ്രാഫ് ഇവയെല്ലാം തന്നെ യൂണിയൻ ലിസ്റ്റിലാണ്. അപ്പോൾ നമ്മൾ ടോട്ടൽ 100 പട്ടികകളാണുള്ളത്, 100 വിഷയങ്ങളാണുള്ളത്. അതിൽ 97 വിഷയങ്ങൾ മാത്രമേ തുടക്കത്തിൽ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എങ്ങനെയാണ് യൂണിയൻ ലിസ്റ്റിൽ നിന്നും ചില വിഷയങ്ങൾ യൂണിയൻ ലിസ്റ്റിൽ നിന്ന് സംസ്ഥാന ലിസ്റ്റിലേക്ക് മാറ്റിയുണ്ടായി? അതുകൂടെ ഞങ്ങൾ പഠിച്ചു വെച്ചിരിക്കുക. കാര്യം അത് ഏത് ഭരണഘടന ഭേദഗതി പ്രകാരമാണ് യൂണിയൻ ലിസ്റ്റിൽ ചില വിഷയങ്ങൾ സംസ്ഥാന ലിസ്റ്റിലേക്ക് മാറ്റിയത് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട്. ഇനി നമ്മൾ സംസ്ഥാന ലിസ്റ്റുകളെ കുറിച്ച് പഠിക്കുകയാണെങ്കിൽ ടോട്ടൽ 61 വിഷയങ്ങളുണ്ട്. പൊതുജനാരോഗ്യം, പോലീസ്, പ്രാദേശിക പ്രാധാന്യമുള്ള വിഷയങ്ങൾ സംസ്ഥാന ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയത്. അപ്പൊ ഏതൊക്കെയാണ്? പൊതുജനാരോഗ്യം, പോലീസ്, ശ്രദ്ധിക്കുക, പൊതുജനാരോഗ്യം, പോലീസ് തുടങ്ങിയ പ്രാദേശിക പ്രാധാന്യമുള്ള വിഷയങ്ങൾ മാത്രമാണ് സംസ്ഥാന ലിസ്റ്റിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. മനസ്സിലായി? ടോട്ടൽ ലിസ്റ്റ് ഏതാണ്? 61. ലിസ്റ്റുകളെ കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്ന ആർട്ടിക്കിൾ ഏതാണ്? 246ാമത്തെ ആർട്ടിക്കിൾ. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ നോക്കാം. ഇനി കൺകറന്റ് ലിസ്റ്റ്, അല്ലെങ്കിൽ മലയാളത്തിൽ എന്നാ പറയണേ,
സമവർത്തി ലിസ്റ്റ് എന്ന് വിളിക്കുന്നു. അപ്പോൾ വൈദ്യുതി, ട്രേഡ് യൂണിയൻ, എഡ്യൂക്കേഷൻ, വനം, സാമൂഹ്യ സാമ്പത്തിക ആസൂത്രണം പോലെയുള്ള 52 വിഷയങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് കൺകറന്റ് ലിസ്റ്റിലാണ്. ഏതൊക്കെയാണ്? വൈദ്യുതി, ട്രേഡ് യൂണിയൻ, എഡ്യൂക്കേഷൻ, വനം, സാമൂഹ്യ സാമ്പത്തിക ആസൂത്രണം പോലെയുള്ള 52 വിഷയങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് കൺകറന്റ് ലിസ്റ്റിലാണ്. മനസ്സിലായല്ലോ. നെക്സ്റ്റ് വരുന്നത് യൂണിയന്റെ ഉറവിടങ്ങൾ അഥവാ കേന്ദ്ര ഗവൺമെന്റിന്റെ ഉറവിടങ്ങളാണ്. ഉറവിടങ്ങൾ എന്ന് വെച്ചാൽ വരുമാന സ്രോതസ്സുകളാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. യൂണിയന്റെ ഉറവിടങ്ങൾ എന്ന് പറയുമ്പോൾ വരുമാന സ്രോതസ്സുകളാണ്. സോഴ്സസ് ഓഫ് ഇൻകം ബൈ ദ ഗവൺമെന്റ്, കേന്ദ്ര ഗവൺമെന്റ്. മനസ്സിലാകുന്നു. യൂണിയൻ ഗവൺമെന്റിന്റെ പ്രധാനപ്പെട്ട വരുമാന മാർഗങ്ങളാണ് യൂണിയൻ ഉറവിടങ്ങൾ എന്ന് എഴുതിയിരിക്കുന്നത്. നമ്മൾ യൂണിയൻ ലിസ്റ്റ് പറഞ്ഞല്ലോ, അത് തന്നെയാണ്. സോ അപ്പോൾ കോർപ്പറേഷൻ നികുതി, കറൻസി നാണയം, നിയമപരമായ ടെൻഡർ, വിദേശ വിനിമയ കയറ്റുമതി, തീരുവ ഉൾപ്പെടെയുള്ള കസ്റ്റംസ് തീരുവകൾ മെയിൻ ആയിട്ടുള്ള പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ തന്നെ കേന്ദ്ര ഗവൺമെന്റിന്റെ പ്രധാനപ്പെട്ട യൂണിയൻ ഉറവിടങ്ങൾ. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ഏതാണ്? കസ്റ്റംസ് തീരുവകളാണ് കേട്ടോ. കസ്റ്റംസ് തീരുവകളുണ്ട്, കോർപ്പറേഷൻ നികുതി, കറൻസി നാണയം, നിയമപരമായ ടെൻഡർ, വിദേശ വിനിമയം. എന്താണ്? നിയമപരമായ ടെൻഡർ ഉണ്ട്, വിദേശ വിനിമയമുണ്ട്, കയറ്റുമതി തീരുവ ഉൾപ്പെടെയുള്ള കസ്റ്റംസ് തീരുവകൾ. അപ്പൊ ഇവയെല്ലാം ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് യൂണിയന്റെ ഉറവിടമായിട്ടാണ്, അഥവാ കേന്ദ്ര ഗവൺമെന്റിന്റെ പ്രധാനപ്പെട്ട ഉറവിടമായിട്ടാണ്. അപ്പൊ ഒന്നുകൂടി പറയാം: കോർപ്പറേഷൻ നികുതി, കറൻസി നാണയം, നിയമപരമായിട്ടുള്ള ടെൻഡർ, വിദേശ വിനിമയം, കയറ്റുമതി തീരുവ ഉൾപ്പെടെയുള്ള കസ്റ്റംസ് തീരുവകൾ. ഇവയെല്ലാം തന്നെ ഇങ്ങനെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ വകുപ്പുകളെല്ലാം തന്നെ ഇവയെല്ലാം തന്നെ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം ഇതെന്താ? ഇതെല്ലാം തന്നെ യൂണിയൻ ഗവൺമെന്റിന്റെ വരുമാന സ്രോതസ്സുകൾ. അപ്പൊ ഇവയിൽ നിന്ന് ലഭിക്കുന്ന വരുമാനമാണ് നമ്മുടെ കേന്ദ്ര ഗവൺമെന്റിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വരുമാനം. അതിൽ എസ്പെഷ്യൽ എടുത്ത് ചോദിക്കാറുള്ളത് പണ്ടൊക്കെ ഒത്തിരി പ്രീവിയസ്ലി ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കസ്റ്റംസ് തീരുവ. ഈ കസ്റ്റംസ് വരുമാനത്തിൽ നിന്നാണ് കസ്റ്റംസ് തീരുവകളിൽ നിന്നാണ് കേന്ദ്ര ഗവൺമെന്റ് ഏറ്റവും കൂടുതൽ വരുമാന സ്രോതസ് ലഭ്യമാകുന്നത്. മനസ്സിലായല്ലോ. അപ്പൊ അത് തന്നെ പഠിച്ചിരിക്കുക. സോ അപ്പൊ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഭരണഘടനയുടെ 12 ഷെഡ്യൂളുകളുണ്ട്. അതിന്റെ ഭാഗമാണ് യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺട്രി ലിസ്റ്റ്. ഇത് ഏത് ഷെഡ്യൂൾ ആണെന്ന് എടുത്ത് ചോദിച്ചാൽ നിങ്ങൾ പറയാ 7th ഷെഡ്യൂളിലാണ്. അപ്പൊ ഇത് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നു എന്നാണ് പഠിച്ചിരിക്കുന്നത്. ആർട്ടിക്കിൾ 246 ആണ് ലിസ്റ്റുകളെ കുറിച്ച് പ്രതിപാദിച്ചത്. എത്ര തരം ലിസ്റ്റുകളുണ്ട്? യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ്. യൂണിയൻ ലിസ്റ്റിൽ 100 വിഷയം തുടക്കത്തിൽ ചോദിക്കാം. ചിലപ്പോൾ അങ്ങനെയും ചോദിച്ചിട്ടുണ്ട് പലപ്പോഴും. 97 വിഷയങ്ങൾ ഉണ്ടായിരുന്നു വന്നപ്പോൾ. ഇനി നോക്കൂ, സംസ്ഥാന ലിസ്റ്റിൽ 61 വിഷയങ്ങളുള്ളൂ, കൺകറന്റ് ലിസ്റ്റിൽ 52 വിഷയങ്ങളുണ്ട്. ഇങ്ങനെ നമുക്ക് തരംതിരിക്കാം. അതിൽ വരുന്ന ഏറ്റവും ഇമ്പോർട്ടന്റ്, ഇതിലധികവും ചോദിച്ചിട്ടുള്ള വനം, എഡ്യൂക്കേഷൻ ഇൻക്ലൂഡ് ചെയ്യുന്ന ഏതിലാണ്? കൺകറന്റ് ലിസ്റ്റിലാണ് വനം, എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസം എന്നിവ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പിന്നെ പ്രതിരോധം, റെയിൽവേ, പോസ്റ്റ്. ആലോചിച്ചാൽ ഒന്ന് ജസ്റ്റ് നോക്കുമ്പോൾ മതി. കാര്യം യൂണിയൻ ലിസ്റ്റിൽ ഏറ്റവും അഭികാമ്യമായിട്ടുള്ള ഘടകങ്ങളാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. മനസ്സിലായല്ലോ. ഇനി സംസ്ഥാന ലിസ്റ്റിലാണെങ്കിൽ 61 വിഷയങ്ങൾ, പൊതുജനാരോഗ്യം, പോലീസ് തുടങ്ങിയ പ്രാദേശിക പ്രാധാന്യമുള്ള വിഷയങ്ങളാണ് സംസ്ഥാന ലിസ്റ്റിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. സോ അപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അധികാര വികേന്ദ്രീകരണത്തെ കുറിച്ചാണ്. സാമ്പത്തിക വിഭവങ്ങളുടെ വിതരണം. സാമ്പത്തിക വിഭവങ്ങളാണ് നമ്മൾ എക്കണോമിക് റിസോഴ്സ് നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്, വിതരണം ചെയ്യുന്നത്. സോ കേന്ദ്രത്തിനും സംസ്ഥാനത്തിനും ഇടയിൽ സാമ്പത്തിക സ്രോതസ്സുകൾ അനുവദിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു. അധികാര വികേന്ദ്രീകരണം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥമാക്കുന്നത്? സാമ്പത്തിക സ്രോതസ്സുകളുടെ വിഭജനമാണ്. അനുവദിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി 5 വർഷത്തെ ഇടവേളയിൽ ഇന്ത്യൻ രാഷ്ട്രപതി ഒരു ധനകാര്യ കമ്മീഷൻ രൂപവത്കരിക്കുന്നതിനും ധനകാര്യ കമ്മീഷനാണ് കേട്ടോ. ധനകാര്യ കമ്മീഷനെ കുറിച്ച് കഴിഞ്ഞ ക്ലാസ്സിൽ തന്നെ ഞങ്ങൾ പറഞ്ഞതായിരുന്നു. ധനകാര്യ കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്നത് ആർട്ടിക്കിൾ 280 എന്താണ്? ധനകാര്യ കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ 280 ആണെന്ന് മനസ്സിലാക്കിയിരിക്കുക. അപ്പോൾ നമ്മുടെ ഈ ഒരു അധികാര വികേന്ദ്രീകരണം അല്ലെങ്കിൽ ഫണ്ട് അനുവദിച്ച് നൽകുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി 5 വർഷത്തെ ഇടവേളയിൽ ഇന്ത്യൻ രാഷ്ട്രപതി ഒരു ധനകാര്യ കമ്മീഷൻ രൂപവത്കരിക്കുന്നതിനും, ഇതൊരു കമ്മീഷനാണ്, എന്ത് ചെയ്തു? രൂപവത്കരിക്കുന്നതിനും ഭരണഘടന വ്യവസ്ഥിച്ചു. അപ്പൊ ഇന്ത്യൻ ഭരണഘടനയിൽ തന്നെ പ്രതിപാദിച്ചിട്ടുണ്ട് എന്ത് ചെയ്യുന്നതിനാ? ഒരു ധനകാര്യ കമ്മീഷൻ രൂപവത്കരിക്കുന്നതിന്. അപ്പൊ എന്തിനു വേണ്ടിയിട്ടാണ് ഈ ധനകാര്യ കമ്മീഷൻ രൂപവത്കരിച്ചതെന്ന് ചോദിക്കുമ്പോൾ കേന്ദ്രത്തിനും സംസ്ഥാനത്തിനും ഇടയിൽ സാമ്പത്തിക സ്രോതസ്സുകൾ എന്ത് ചെയ്യുക? അനുവദിക്കുക. സാമ്പത്തിക സ്രോതസ്സുകൾ എന്തിനാണ് അനുവദിച്ച് നൽകുന്നത്? നമ്മുടെ വിവിധ തരത്തിലുള്ള ലിസ്റ്റുകളുണ്ട്. ഈ ലിസ്റ്റുകളിൽ പ്രതിപാദിച്ചിരിക്കുന്ന വിഷയങ്ങളുടെ എന്താണ്? അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ ഭരണം നിർവഹിച്ചു കൊണ്ടുപോകുന്നതിന്. മനസ്സിലായെന്ന് തോന്നുന്നു. ഇനി നോക്കൂ, ഇനി കേന്ദ്രത്തിൽ നിന്നും സംസ്ഥാനത്തിലേക്ക് വിഭവങ്ങൾ കൈമാറുന്നതിന് നമുക്ക് ഒരുപാട് വിഭവങ്ങളെ കുറിച്ച് പറഞ്ഞിരുന്നു. ഇതിൽ ചില വിഭവങ്ങൾ കേന്ദ്രത്തിൽ നിന്നും സംസ്ഥാനത്തിലേക്ക് മാറ്റി, സംസ്ഥാന വിഷയങ്ങൾ കൺകറന്റ് ലിസ്റ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ കേന്ദ്രത്തിൽ നിന്ന് സംസ്ഥാനത്തിലേക്ക് വിഭവങ്ങൾ കൈമാറുന്നതിന് നീതി ആയോഗിന്റെ ശുപാർശ അനുസരിച്ചാണ്. ഇനി എങ്ങനെയാണ് ഈ മാറ്റം വരുന്നത്? ഇത് നീതി ആയോഗിന്റെ ശുപാർശ അനുസരിച്ചാണ്.
അപ്പോൾ നീതി ആയോഗിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് അതിനു മുമ്പ് 5 ഇയർ പ്ലാൻസ്, പഞ്ചവത്സര പദ്ധതികളായിരുന്നു നിലവിലിരുന്നത്. അപ്പോൾ ലാസ്റ്റ് വരെ ഈ പഞ്ചവത്സര പദ്ധതികൾക്ക് ശേഷമാണ്, പദ്ധതികൾക്ക് പകരം നിലവിൽ വന്നൊരു സാമ്പത്തിക ആസൂത്രണമായിരുന്നു എന്നറിയപ്പെടുന്ന നീതി ആയോഗ്. നീതി ആയോഗ് 2015 ജാനുവരി 1-നാണ് നിലവിൽ വന്നത്. 2015 ജാനുവരി 1-നാണ് നീതി ആയോഗ് നിലവിൽ വന്നത്. അപ്പോൾ അതുവരെ പഞ്ചവത്സര പദ്ധതികളായിരുന്നു നിലവിലിരുന്നത്. അപ്പോൾ അതിനുശേഷമാണ് പുതിയൊരു സാമ്പത്തിക സംരംഭം നിലവിൽ വന്നത്. അപ്പോൾ ഇവിടെ കേന്ദ്രത്തിൽ നിന്ന് സംസ്ഥാനത്തിലേക്ക് വിഭവങ്ങൾ കൈമാറുന്നത് എന്തിന്റെ ശുപാർശകൾ അനുസരിച്ചാണ്? നീതി ആയോഗിന്റെ ശുപാർശകൾ അനുസരിച്ചാണ്. 2015 ജാനുവരി 1-നാണ് നീതി ആയോഗ് നിലവിൽ വന്നത്. മനസ്സിലായല്ലോ? നെക്സ്റ്റ് നോക്കൂ, നികുതി ചുമത്താൻ പാർലമെന്റിന് പ്രത്യേക അധികാരമുള്ള 15 വിഷയങ്ങൾ യൂണിയൻ ലിസ്റ്റിലുണ്ട്. ശ്രദ്ധിക്കുക, നമ്മൾ യൂണിയൻ ലിസ്റ്റിലെ ടോട്ടൽ എത്ര വിഷയങ്ങളാണ്? 100 വിഷയങ്ങൾ. നിലവിൽ വന്നപ്പോൾ 97 വിഷയങ്ങളാണ് ഉണ്ടായിരുന്നത്. ഇത് നികുതി ചുമത്താൻ പാർലമെന്റിന് പ്രത്യേക അധികാരമുള്ള 15 വിഷയങ്ങൾ യൂണിയൻ ലിസ്റ്റിലുണ്ട്. അപ്പൊ ഈ വിഷയങ്ങൾക്ക് എന്ത് ചെയ്യാം? നികുതി ചുമത്താനുള്ള അധികാരം പാർലമെന്റിന് കൂടിയുണ്ട്. മനസ്സിലായല്ലോ? അപ്പൊ നികുതി ചുമത്താൻ പാർലമെന്റിന് പ്രത്യേക അധികാരമുള്ള 15 വിഷയങ്ങൾ യൂണിയൻ ലിസ്റ്റിലുണ്ട്. ടോട്ടൽ എത്ര വിഷയങ്ങളുള്ളത്? 100 വിഷയങ്ങൾ. നിലവിൽ വന്നപ്പോൾ 97 വിഷയങ്ങൾ. 246 ആർട്ടിക്കിൾ പ്രകാരമാണ് ലിസ്റ്റുകളെ കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്നത് എന്നോട് പറഞ്ഞു. ഇനി ഈ ഒരു ഭേദഗതി നോക്കുക. കാര്യം 88ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം യൂണിയൻ ലിസ്റ്റിൽ നിന്ന് ചില വിഷയങ്ങൾ അഥവാ സേവന നികുതി, സേവനങ്ങളുടെ നികുതി എന്ന പേരിൽ ഒരു പുതിയ വിഷയം ചേർത്തു. എവിടാ ചേർത്തത്? 88ാം ഭരണഘടനാ ഭേദഗതി യൂണിയൻ ലിസ്റ്റിൽ. ഇവിടെ നമ്മൾ മനസ്സിലാക്കുക, യൂണിയൻ ലിസ്റ്റിൽ ചേർത്തിട്ടുള്ളതാണ് കേട്ടോ. സോ 88ാം ഭേദഗതിയിൽ യൂണിയൻ ലിസ്റ്റിൽ സേവന നികുതി എന്ന പേരിൽ ഒരു പുതിയ വിഷയം ചേർത്തു. എവിടാണ് ചേർത്തത്? സേവന നികുതി എന്ന പേരിൽ 88ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം യൂണിയൻ ലിസ്റ്റ് സേവനങ്ങളുടെ നികുതി എന്നൊരു പുതിയ വിഷയം ചേർത്തു. ഇനി യൂണിയൻ ലിസ്റ്റ് വിഷയങ്ങളുടെ ബന്ധപ്പെട്ട് സുപ്രീം കോടതിയുടെ അധികാര പരിധിയും അധികാരങ്ങളും പാർലമെന്റിന് വിപുലീകരിക്കാവുന്നതാണ്. അപ്പൊ നമുക്കറിയാം, ഇവിടെ ഇപ്പോൾ ഈ ഒരു അഡ്മിനിസ്ട്രേഷൻ സ്റ്റാറ്റസ് ഉള്ളതായ പാർലമെന്റിന് എന്ത് അധികാരമാണ് യൂണിയൻ ലിസ്റ്റിലെ ചില വിഷയങ്ങളുടെ മേലുള്ളത്? പാർലമെന്റിന് നികുതി ചുമത്താനുള്ള അധികാരമുണ്ട്, പ്രധാനമായും 15 വിഷയങ്ങൾക്ക്. അപ്പൊ നോക്കൂ, യൂണിയൻ ലിസ്റ്റ് വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയുടെ അധികാര പരിധികളും അധികാരങ്ങളും പാർലമെന്റിന് എന്ത് ചെയ്യാം? വിപുലീകരിക്കാവുന്നതാണ്. അപ്പോൾ സുപ്രീം കോടതിയുടെ ചില അധികാരങ്ങളെ പരിധികളെയൊക്കെ തന്നെ പാർലമെന്റിന് വിപുലീകരിക്കാവുന്നതാണ്. നമുക്കറിയാം, അപ്പോൾ പാർലമെന്റിന് എന്ത് ചെയ്യാം? പാർലമെന്റിനാണ് യൂണിയൻ ലിസ്റ്റിലെ 15 വിഷയങ്ങൾ നികുതി ചുമത്തുന്നതിനുള്ള അധികാരം. നിങ്ങൾ ഈ ഒരു വ്യക്തമായ രീതിയിൽ തന്നെ പഠിക്കുക. കാര്യം നമ്മൾ ഒൺവേർഡ് ക്വസ്റ്റ്യൻസുകളല്ലല്ലോ ചോദിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ വ്യക്തമായിട്ട് എന്താണ് ഫെഡറൽ ഫിനാൻസ് എന്ന് പഠിച്ചാൽ മാത്രമേ ഇവിടെയുള്ള ക്വസ്റ്റ്യന് ഞങ്ങൾക്ക് ആൻസർ ചെയ്യാൻ കഴിയത്തുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ലെങ്തി ആയിട്ടുള്ള ചില പോയിന്റ് ഓൺവേർഡ് എഴുതാതെ ലെങ്തി പോയിന്റുകൾ എഴുതിയിരിക്കുന്നത്. മനസ്സിലായല്ലോ? കാര്യം ഇവിടെ നിന്നൊക്കെയുള്ള ക്വസ്റ്റ്യൻ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസുകളാണ് ഞാൻ അധികവും ചോദിച്ച് കണ്ടിട്ടുള്ളത്. സോ അപ്പോൾ യൂണിയൻ ലിസ്റ്റിൽ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയോട് നിങ്ങൾക്ക് തന്നെ അറിയായിരിക്കും, സുപ്രീം കോടതിയുടെ പവറുകൾ നോക്കുക, പാർലമെന്റിന്റെ പവറുകൾ നോക്കുക, അല്ലെ? അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മൾ ഈ യൂണിയൻ ലിസ്റ്റിലെ 15 വിഷയങ്ങൾക്ക് നികുതി ചുമത്താനുള്ള അധികാരം പാർലമെന്റിനാണുള്ളത് എന്നുകൂടി നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. സോ യൂണിയൻ ലിസ്റ്റ് വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയുടെ അധികാര പരിധികളും അധികാരവും പാർലമെന്റിന് വിപുലീകരിക്കാവുന്നതാണ്. അപ്പൊ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന എന്താണ്? സാമ്പത്തിക വിഭവങ്ങളുടെ വിതരണം. അപ്പോൾ കേന്ദ്രത്തിനും സംസ്ഥാനത്തിനും ഇടയിൽ സാമ്പത്തിക സ്രോതസ്സുകൾ അനുവദിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി 5 വർഷത്തെ ഇടവേളയിൽ ഇന്ത്യൻ രാഷ്ട്രപതി ഒരു ധനകാര്യ കമ്മീഷനെ രൂപവത്കരിക്കുന്നതിനും ഭരണഘടന വ്യവസ്ഥ ചെയ്തു. ധനകാര്യ കമ്മീഷനെ കുറിച്ച് വിവരിക്കുന്ന ആർട്ടിക്കിൾ 280. കേന്ദ്രത്തിൽ നിന്നും ആ ആർട്ടിക്കിൾ പഠിക്കുക. കേന്ദ്രത്തിൽ നിന്നും സംസ്ഥാനത്തിലേക്ക് വിഭവങ്ങൾ കൈമാറുന്ന ആരിൽ വഴിയാ? നീതി ആയോഗിന്റെ ശുപാർശ. അപ്പൊ എന്നാ നീതി ആയോഗ് നിലവിൽ വന്നേ? 2015 ജാനുവരി 1-നാണ് നീതി ആയോഗ് നിലവിൽ വന്നത്. നികുതി ചുമത്താൻ പാർലമെന്റിന് പ്രത്യേക അധികാരമുള്ള 15 വിഷയങ്ങൾ. നികുതി ചുമത്താനുള്ള അധികാരം ആർക്കാ ഉള്ളത്? പാർലമെന്റിനാണുള്ളത്. അപ്പൊ യൂണിയൻ ലിസ്റ്റിലുണ്ട്. അപ്പൊ യൂണിയൻ ലിസ്റ്റിലെ ചില 15 വിഷയങ്ങൾ നികുതി ചുമത്തുന്നതിനുള്ള അധികാരം പാർലമെന്റിനാണുള്ളത്. അപ്പൊ ടോട്ടൽ എത്ര വിഷയങ്ങളാണ് യൂണിയൻ ലിസ്റ്റിലുള്ളത്? 100 വിഷയങ്ങൾ. അതിൽ 97 വിഷയങ്ങളായിരുന്നു നിലവിൽ വന്നപ്പോഴുള്ളത്. ആർട്ടിക്കിൾ 246 പ്രകാരമാണ് യൂണിയൻ ലിസ്റ്റിനെ കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്നത്. 3 ലിസ്റ്റുകളെയും, യൂണിയൻ ലിസ്റ്റ് മാത്രമല്ല, നമ്മൾ യൂണിയൻ സ്റ്റേറ്റ് കണ്ടിട്ടുണ്ട് കേട്ടോ. ഓക്കെ. സോ 88ാം ഭരണഘടനാ ഭേദഗതി യൂണിയൻ ലിസ്റ്റിൽ സേവന നികുതി എന്ന പേരിൽ ഒരു പുതിയ വിഷയം ചേർത്തു. അതെ, നമ്മുടെ ഭരണഘടനാ ഭേദഗതിയിൽ മിക്കവാറും എല്ലാം പഠിക്കേണ്ടതാണ്. കാര്യം എല്ലാ ഭരണഘടനാ ഭേദഗതിയും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, എസ്പെഷ്യലി 42ാം ഭരണഘടനാ ഭേദഗതി മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ് 42ാമത്തെ ഭരണഘടനാ ഭേദഗതി അറിയപ്പെടുന്നത്.
1976 നിലവിൽ വന്നത്, മനസ്സിലാക്കുക. അപ്പോൾ നമുക്ക് അത് ആ ഭരണഘടനാ ഭേദഗതിയും കൂടി ഇവിടെ പഠിക്കേണ്ടതുണ്ട്. ഇവിടെ യൂണിയൻ ലിസ്റ്റ് വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയുടെ അധികാര പരിധിയും അധികാരങ്ങളും പാർലമെന്റിന് വിപുലീകരിക്കാവുന്നതാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് സാമ്പത്തിക വിഭവങ്ങളുടെ വിതരണവുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കേണ്ടത്. 42ാം ഭരണഘടനാ ഭേദഗതി നിയമം 1976 പ്രകാരം, അപ്പൊ ഏത് ഭരണഘടനാ ഭേദഗതിയാണ്? 42ാമത് ഭരണഘടനാ ഭേദഗതി നിയമം 1976 നിലവിൽ വന്നത്. അപ്പോൾ ഈ നിയമപ്രകാരം സംസ്ഥാന ലിസ്റ്റിൽ നിന്ന് കൺകറന്റ് ലിസ്റ്റിലേക്ക് മാറ്റിയ പ്രധാനപ്പെട്ട വിഷയങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കുക. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്, ഒരു ഭരണഘടനാ ഭേദഗതികൾ വരുമ്പോൾ സംസ്ഥാന ലിസ്റ്റിലെ ചില വിഷയങ്ങൾ ഏത് ലിസ്റ്റിലേക്ക് മാറ്റാവുന്നതാണ്? കൺകറന്റ് ലിസ്റ്റിലേക്ക് മാറ്റാവുന്നതാണ്. അങ്ങനെ സംസ്ഥാന ലിസ്റ്റിൽ നിന്ന് കൺകറന്റ് ലിസ്റ്റിലേക്ക് മാറ്റിയ പ്രധാനപ്പെട്ട വിഷയങ്ങളാണ് വിദ്യാഭ്യാസം. ശ്രദ്ധിക്കുക, വിദ്യാഭ്യാസം, വനങ്ങൾ, വന്യമൃഗങ്ങളുടെയും പക്ഷികളുടെയും സംരക്ഷണം, ഭാരവും അളവും, ഒപ്പം സുപ്രീം കോടതിയും ഹൈക്കോടതിയും ഒഴികെയുള്ള എല്ലാ കോടതികളുടെയും നീതി നിർവഹണം, ഭരണഘടന എന്നിവയൊക്കെ തന്നെ ഇതിലേക്ക് മാറ്റി സംസ്ഥാന ലിസ്റ്റിൽ ഉണ്ടായിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില വിഷയങ്ങളായിരുന്നു. ഇതിനെ കൺകറന്റ് ലിസ്റ്റിലേക്ക് മാറ്റിയിട്ടുണ്ടായി. അപ്പോൾ ആ വിഷയം പഠിക്കുക. 42ാമത് ഭരണഘടനാ ഭേദഗതി നിയമം 1976 പ്രകാരമാണ് സംസ്ഥാന ലിസ്റ്റിൽ നിന്ന് കൺകറന്റ് ലിസ്റ്റിലേക്ക് മാറ്റിയ പ്രധാനപ്പെട്ട വിഷയങ്ങൾ. നോക്കൂ, വിദ്യാഭ്യാസം, വനങ്ങൾ, വന്യമൃഗങ്ങളുടെയും പക്ഷികളുടെയും സംരക്ഷണം, ഭാരവും അളവും, ഒപ്പം സുപ്രീം കോടതിയും ഹൈക്കോടതിയും ഒഴികെയുള്ള എല്ലാ കോടതികളുടെയും നീതി നിർവഹണവും ഭരണഘടനയുമാണ് ഇതിലേക്ക് മാറ്റിയത്. അതുപോലെ തന്നെ ഭരണഘടന, അതുപോലെ തന്നെ സംഘടന എന്നീ വിഷയങ്ങൾ ഇവയെല്ലാം സംസ്ഥാന ലിസ്റ്റിൽ ഉണ്ടായിരുന്നു. അവയെല്ലാം കൺകറന്റ് ലിസ്റ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. മനസ്സിലാക്കിയല്ലോ. അപ്പൊ ഇപ്പൊ ടോട്ടാലിറ്റി ഇന്ന് നമുക്ക് 61 വിഷയങ്ങളാണ് ഏത് ലിസ്റ്റിലുള്ളത്? സംസ്ഥാന ലിസ്റ്റിലുള്ളത്. അപ്പോൾ ഓൾറെഡി ഉണ്ടായിരുന്ന ചില വിഷയങ്ങളിൽ കൺകറന്റ് ലിസ്റ്റിലേക്ക് മാറ്റി. അപ്പൊ ഇന്ന് ക്വസ്റ്റ്യൻ ഇങ്ങനെ ചോദിക്കാറുള്ളത്, കാര്യം വിദ്യാഭ്യാസം, വനം എന്നിവ ഉൾപ്പെടുന്ന ലിസ്റ്റ് ഏതാണെന്ന് ചോദിച്ചാൽ ഞങ്ങൾ കൺകറന്റ് ലിസ്റ്റാണ്. അപ്പൊ ലിസ്റ്റുകളെ കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്ന വകുപ്പ് ഏതാണ്? 246, 245 കേട്ടോ. 245, 246 എന്നീ വിഷയങ്ങളാണ് ലിസ്റ്റുകളെ കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്നത്. അപ്പൊ ഈ പോയിന്റ് മനസ്സിലായല്ലോ. നെക്സ്റ്റ് നോക്കാം. ഇനി നമ്മൾ ആർട്ടിക്കിൾ ശ്രദ്ധിക്കുക. ആർട്ടിക്കിൾ 249 അപ്പൊ ഇവിടെ ദേശീയ താല്പര്യം കണക്കിലെടുത്ത് സംസ്ഥാന പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വിഷയത്തിൽ നിയമനിർമ്മാണം നടത്താൻ ഇവിടെ ശ്രദ്ധിക്കുക. നമ്മൾ നേരത്തെ പറഞ്ഞത് യൂണിയൻ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന വിഷയങ്ങൾ 15 വിഷയങ്ങളുടെ ടോട്ടൽ വിഷയങ്ങൾ 15 വിഷയങ്ങൾ നികുതി വിധിക്കാനുള്ള അധികാരം, നികുതി ചുമത്താനുള്ള അധികാരം പാർലമെന്റിനാന്ന് പറഞ്ഞു. ഇവിടെ നമ്മൾ ആർട്ടിക്കിൾ 249 പ്രകാരം ദേശീയ താല്പര്യം കണക്കിലെടുത്തുകൊണ്ട് സംസ്ഥാന പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഒരു വിഷയത്തിൽ നിയമനിർമ്മാണം നടത്താൻ പാർലമെന്റിന് അധികാരമുണ്ട്. മനസ്സിലായല്ലോ. നെക്സ്റ്റ് നോക്കൂ. ഇനി സംസ്ഥാന ലിസ്റ്റിൽ ഉൾപ്പെടുത്തി മേലുള്ള യൂണിയൻ ലിസ്റ്റിന്റെ അധികാരം, സംസ്ഥാന ലിസ്റ്റിന്റെ മേലുള്ള യൂണിയൻ ലിസ്റ്റിന്റെ അധികാരം ഇന്ത്യൻ ഭരണഘടന ഉറപ്പുവരുത്തുന്നുമുണ്ട്. അപ്പൊ സംസ്ഥാന ലിസ്റ്റിനെ ശ്രദ്ധിക്കുക. സംസ്ഥാന ലിസ്റ്റിന്റെ മേലുള്ള യൂണിയൻ ലിസ്റ്റിന്റെ ആധിപത്യം, നമ്മൾ എപ്പോഴും ആധിപത്യം കൊടുക്കുന്ന ഏതാ? കേന്ദ്ര ഗവൺമെന്റിനാണ്. അപ്പൊ യൂണിയൻ ലിസ്റ്റിലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ സംസ്ഥാന ലിസ്റ്റിൽ മേലുള്ള യൂണിയൻ ലിസ്റ്റിന്റെ ആധിപത്യം ഇന്ത്യൻ ഭരണഘടന ഉറപ്പുവരുത്തുന്നുമുണ്ട്. അപ്പൊ മനസ്സിലായല്ലോ. അപ്പൊ ഈ ഒരു പോയിന്റ് ഓക്കെ. ഇനി അടുത്ത് നോക്കൂ, മറ്റൊരു പോയിന്റോട്. യൂണിയൻ ലിസ്റ്റിലെ ഒരു വിഷയത്തിൽ, നമ്മൾ യൂണിയൻ ലിസ്റ്റിൽ നിരവധി വിഷയങ്ങൾ, ടോട്ടൽ 100 വിഷയങ്ങളുണ്ട്. അതിൽ 15 വിഷയങ്ങളിൽ നികുതി ചുമത്താനുള്ള അധികാരം പാർലമെന്റിനാണ് ഉള്ളത്. അപ്പൊ ഇവിടെ യൂണിയൻ ലിസ്റ്റിൽ ഒരു വിഷയത്തിൽ പാർലമെന്റ് ഉണ്ടാക്കിയ നിയമത്തിന് ഒരു സംസ്ഥാനത്തിന് അധികാരം നൽകാനും ചുമതലകൾ ചുമത്താനും കഴിയും. അല്ലെങ്കിൽ ഒരു സംസ്ഥാനത്തിന് കേന്ദ്ര അധികാരം നൽകാനും ചുമതലകൾ ചുമത്താനുമുള്ള അധികാരമുണ്ട്. മനസ്സിലായല്ലോ. അപ്പൊ ഇവിടെ യൂണിയൻ ലിസ്റ്റിലെ ഒരു വിഷയത്തിൽ പാർലമെന്റ് ഉണ്ടാക്കിയ നിയമത്തിന് ഒരു സംസ്ഥാനത്തിന് അധികാരങ്ങൾ നൽകാനും ചുമതലകൾ ചുമത്തുവാനും കഴിയും. അല്ലെങ്കിൽ ഒരു സംസ്ഥാനത്തിന് കേന്ദ്ര അധികാരം നൽകാനും ചുമതലകൾ ചുമത്താനുമുള്ള അധികാരമുണ്ട്. അപ്പൊ നമ്മളിവിടെ പറഞ്ഞിരിക്കുന്നത് യൂണിയൻ ലിസ്റ്റിനെ കുറിച്ചിട്ടാണ്. നെക്സ്റ്റ് നമ്മൾ പറഞ്ഞത് സംസ്ഥാന ലിസ്റ്റ്. അപ്പൊ നമ്മളിപ്പോ ഏത് ഒരു ലിസ്റ്റിൽ വന്നാലും ആ ലിസ്റ്റിന്റെ മെയിൻ അധികാരം എന്ന് പറയുന്നത് യൂണിയൻ ലിസ്റ്റിനാണ് ഉള്ളത്. ഇതുകൊണ്ട് തന്നെയാണ് സംസ്ഥാന ലിസ്റ്റിന്റെ മേലുള്ള യൂണിയൻ ലിസ്റ്റിന്റെ ആധിപത്യം ഇന്ത്യൻ ഭരണഘടന ഉറപ്പുവരുത്തുന്നുമുണ്ട്. ഇവിടെ യൂണിയൻ ലിസ്റ്റിന്റെ ഒരു വിഷയത്തിൽ പാർലമെന്റ് ഉണ്ടാക്കിയ നിയമത്തിന് ഓരോ വിഷയങ്ങളുണ്ട്. അപ്പോൾ ഒരു വിഷയത്തിൽ പാർലമെന്റ് ഉണ്ടാക്കിയ നിയമത്തിന് ഒരു സംസ്ഥാനത്തിന്റെ അധികാരങ്ങൾ നൽകാനും, എന്തിന്റെ അധികാരമാണ് നൽകുന്നത്? ഒരു സംസ്ഥാനത്തിന്റെ അധികാരങ്ങൾ നൽകാനും ചുമതലകൾ ചുമത്താനും കഴിയും. അല്ലെങ്കിൽ ഒരു സംസ്ഥാനത്തിന്റെ കേന്ദ്ര അധികാരം ഓരോ സംസ്ഥാനത്തിനും അതിനാ പറയുന്ന അധികാരം ഉണ്ട് എന്നുള്ളത്. കേന്ദ്ര അധികാരം നൽകാനും ചുമതല
നിബന്ധനകൾ ചുമത്തുന്നതിനുമുള്ള അധികാരമുണ്ട്. അപ്പൊ ഇവയെ കുറിച്ച് ഒക്കെ തന്നെ പ്രതിപാദിക്കുന്ന ഒരു വകുപ്പാണ് ആർട്ടിക്കിൾ 249. ആർട്ടിക്കിൾ 249 വ്യക്തമായി പറഞ്ഞിരിക്കുന്ന കാര്യം, ദേശീയ താല്പര്യം കണക്കിലെടുത്ത് സംസ്ഥാന പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഒരു വിഷയത്തിൽ, സംസ്ഥാന പട്ടികയിൽ ഒത്തിരി വിഷയങ്ങളുണ്ട്. ടോട്ടൽ എത്രയാണ് നമ്മൾ പഠിച്ചിരുന്നു? 61 വിഷയങ്ങളാണുള്ളത്. 61 വിഷയങ്ങളാണുള്ളത്. അപ്പൊ ഇവിടെ ഒരു വിഷയത്തിൽ നിയമനിർമ്മാണം നടത്താൻ പാർലമെന്റിന് അധികാരം നൽകുന്നു. ഒരു വിഷയത്തിൽ നിയമനിർമ്മാണം നടത്തുന്നതിനുള്ള അധികാരം പാർലമെന്റ് നൽകുന്നു. യൂണിയൻ ലിസ്റ്റിലാണെങ്കിൽ 15 വിഷയങ്ങൾക്ക് നികുതി പിരിക്കാനുള്ള അധികാരം ആർക്ക് കൊടുക്കുന്നുണ്ട്? പാർലമെന്റിന് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ പറയേണ്ട സംസ്ഥാന ലിസ്റ്റിൽ മേലുള്ള യൂണിയൻ ലിസ്റ്റിന്റെ അധികാരത്തെ കുറിച്ച് ഭരണഘടന ഉറപ്പുവരുത്തുന്നുണ്ട്. അപ്പോൾ ഭരണഘടന ഉറപ്പുവരുത്തിയതുണ്ടല്ലോ നമ്മൾ ആർട്ടിക്കിളുകളിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കും. നമ്മൾ 3 ആർട്ടിക്കിൾ ഇവിടെ പഠിച്ചു. ആർട്ടിക്കിൾ 245, 246 ലിസ്റ്റുകളെ കുറിച്ച് പ്രതിപാദിക്കുന്നു. ആർട്ടിക്കിൾ 249 എന്തിനെ കുറിച്ച് പ്രതിപാദിക്കുന്നു? ദേശീയ താല്പര്യം കണക്കിലെടുത്ത് സംസ്ഥാന പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു ഒരു വിഷയത്തിന്റെ നിയമനിർമ്മാണം നടത്താനുള്ള പാർലമെന്റിന്റെ അധികാരത്തെ കുറിച്ച് വിവരിക്കുന്നു. രാജ്യത്തിന്റെ പ്രധാനപ്പെട്ടതും രാജ്യവ്യാപകമായി ഏകീകൃത നിയമനിർമ്മാണം ആവശ്യമുള്ളതുമായ എല്ലാ പ്രശ്നങ്ങളും കാര്യങ്ങളും യൂണിയൻ ലിസ്റ്റിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമുക്കറിയാലോ, അപ്പൊ യൂണിയൻ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന പ്രധാനപ്പെട്ട വിഷയങ്ങളെ കുറിച്ചാണ് നമ്മൾ ഈ പറഞ്ഞത്. അപ്പോൾ ഒരു രാജ്യവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏറ്റവും രാജ്യത്ത് വളരെ സുപ്രധാനമായിട്ടുള്ള ഫോർ എക്സാമ്പിൾ പ്രതിരോധം എന്നുള്ളത് നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഏറ്റവും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വിഷയമാണ്. അങ്ങനെ ഒരു രാജ്യത്തിന്റെ പ്രധാനപ്പെട്ടതും രാജ്യവ്യാപകമായി ഏകീകൃത നിയമനിർമ്മാണം അല്ലെ, സിവിൽ കോഡ്, നമ്മൾ ആർട്ടിക്കിളില്ല സിവിൽ കോഡിനെ കുറിച്ച് പറയുന്നത്. ഏകീകൃത സിവിൽ കോഡിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഒരു ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 44 അല്ലെ. ഏകീകൃത സിവിൽ കോഡ് ആർട്ടിക്കിൾ 44 ഏകീകൃത സിവിൽ കോഡിനെ കുറിച്ച് വിവരിക്കുന്നത്. അപ്പൊ ഇങ്ങനെ ഇത്തരത്തിലുള്ള പറഞ്ഞത് രാജ്യവ്യാപകമായി ഏകീകൃത നിയമനിർമ്മാണം ആവശ്യമുള്ളതുമായ എല്ലാ പ്രശ്നങ്ങളും കാര്യങ്ങളും യൂണിയൻ ലിസ്റ്റിലാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. മനസ്സിലായല്ലോ? നെക്സ്റ്റ്, സംസ്ഥാന ലിസ്റ്റിൽ മേലുള്ള യൂണിയൻ ലിസ്റ്റിന്റെ ആധിപത്യം ഇന്ത്യൻ ഭരണഘടന നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ സംസ്ഥാന ലിസ്റ്റിൽ മേലുള്ള യൂണിയൻ ലിസ്റ്റിന്റെ എല്ലാ ആധിപത്യവും ഇന്ത്യൻ ഭരണഘടന ഉറപ്പുവരുത്തുന്നുമുണ്ട്. 2 അതിലധികമോ സംസ്ഥാനങ്ങൾ അതുപോലെ തന്നെ സംസ്ഥാന ലിസ്റ്റുകൾ മേലുള്ള കീഴിലുള്ള വിഷയങ്ങൾ, സംസ്ഥാന ലിസ്റ്റുകളുടെ മേലിലുള്ളതും കീഴിലുള്ളതുമായ വിഷയങ്ങളിൽ നിയമനിർമ്മാണം സർക്കാർ പാർലമെന്റിന് അധികാരം കൊടുത്തിട്ടുണ്ട്. സർക്കാർ ആർക്കാണ് നിയമനിർമ്മാണം നടത്താനുള്ള അധികാരം കൊടുത്തിട്ടുള്ളത്? പാർലമെന്റിനാണ്. 2 അതിലധികമോ സംസ്ഥാനങ്ങൾ സംസ്ഥാന ലിസ്റ്റിൽ മേലുള്ള അല്ലെങ്കിൽ കീഴിലുള്ള വിഷയങ്ങളിൽ മേലുള്ള വിഷയങ്ങളിൽ നിയമനിർമ്മാണം നടത്താനുള്ള അധികാരം ആർക്ക് കൊടുത്തിട്ടുണ്ട്? നമ്മുടെ പാർലമെന്റിന് കൊടുത്തു. അപ്പൊ സംസ്ഥാന ലിസ്റ്റിൽ ഞാൻ നേരത്തെ പറഞ്ഞു യൂണിയൻ ലിസ്റ്റിൽ 15 വിഷയങ്ങൾ കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ സംസ്ഥാന ലിസ്റ്റാണ് 1-2 സംസ്ഥാനങ്ങളുടെ മേലുള്ള ചുമതലയും നമ്മുടെ കേന്ദ്ര ഗവൺമെന്റ് ആർക്കാ കൊടുത്തിരിക്കുന്നത്? പാർലമെന്റിനാണ് കൊടുത്തിരിക്കുന്നത്. നെക്സ്റ്റ്, സംസ്ഥാനങ്ങളുടെ പ്രമേയത്തിൽ പാർലമെന്റ് ഉണ്ടാക്കിയ നിയമം പാർലമെന്റിന് മാത്രമേ ഭേദഗതി ചെയ്യാനോ റദ്ദ് ചെയ്യാനോ ആവുകയുള്ളൂ. ഇത് സംസ്ഥാനങ്ങൾക്ക് കഴിയില്ല കേട്ടോ. അപ്പൊ നമ്മുടെ സംസ്ഥാനങ്ങളുടെ പ്രമേയത്തിൽ പാർലമെന്റ് ഉണ്ടാക്കിയ നിയമം, അപ്പൊ നമ്മുടെ പാർലമെന്റിലൂടെ അല്ലെങ്കിൽ യൂണിയൻ ലിസ്റ്റിലാണ് ഈ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിർവഹിച്ചുകൊണ്ട് പോകുന്നത് പാർലമെന്റാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ സംസ്ഥാനങ്ങളുടെ പ്രമേയത്തിൽ പാർലമെന്റ് ഉണ്ടാക്കിയ നിയമം, പ്രമേയത്തിൽ ആരാ ഉണ്ടാക്കിയത്? പാർലമെന്റ് ഉണ്ടാക്കിയ നിയമം പാർലമെന്റിന് മാത്രമേ ഭേദഗതി ചെയ്യാനാവൂ, റദ്ദ് ചെയ്യാന് കഴിയത്തില്ല. അപ്പൊ സംസ്ഥാനങ്ങൾക്ക് കഴിയുകയില്ല. കൺകറന്റ് ലിസ്റ്റിന്റെ പരാമർശിച്ചിരിക്കുന്ന വിഷയങ്ങളിൽ, കൺകറന്റ് ലിസ്റ്റിൽ നമ്മൾ 3 ലിസ്റ്റുകളെ കുറിച്ച് പറഞ്ഞല്ലോ. അപ്പോൾ കൺകറന്റ് ലിസ്റ്റിൽ വിവിധ വിഷയങ്ങൾ ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു. ചില വിഷയങ്ങൾ 42ാം ഭേദഗതി 1976 പ്രകാരം സംസ്ഥാന ലിസ്റ്റിൽ നിന്ന് കൺകറന്റ് ലിസ്റ്റിലേക്ക് മാറ്റി എന്ന് നമ്മൾ പഠിച്ചു. ഇനി ഇവിടെ കൺകറന്റ് ലിസ്റ്റിൽ പരാമർശിച്ചിരിക്കുന്ന വിഷയങ്ങളിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് നിയമനിർമ്മാണം നടത്താൻ കഴിയുമെങ്കിലും നിയമനിർമ്മാണം നടത്താനുള്ള അധികാരം എപ്പോഴും ആർക്കാ കൊടുത്തിരിക്കുന്നത്? കേന്ദ്ര ഗവൺമെന്റിനാണ് കഴിയുമെങ്കിലും ഏതെങ്കിലും വൈരുദ്ധ്യമുണ്ടായാൽ കേന്ദ്ര സർക്കാർ ഉണ്ടാക്കിയ നിയമം നിലനിൽക്കുന്നു. അപ്പൊ നമുക്കറിയാം എന്തുകൊണ്ടാണ് കൺകറന്റ് ലിസ്റ്റിലൂടെ ഇൻക്ലൂഡ് ചെയ്യുന്നത് വെച്ചാൽ, ചില സാമ്പത്തിക വിഷയങ്ങളെ സംബന്ധിച്ചിടത്തോളം, ചില വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനെ സംബന്ധിച്ചിടത്തോളം കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റും തമ്മിൽ ചില നയങ്ങളിലും നിയമ പരിപാടികളിലൊക്കെ തന്നെ നമുക്കറിയാം. അപ്പൊ നമ്മുടെ ഒരു സാമ്പത്തിക നയത്തിലേക്ക് മാറ്റിവെക്കുന്ന കാര്യത്തിൽ പോലും ആരൊക്കെ തമ്മിൽ വളരെ ഒരു വൈരുദ്ധ്യ സ്വഭാവങ്ങൾ പ്രകടിപ്പിക്കാറുണ്ട് കേന്ദ്രവും സംസ്ഥാനവും. ഇങ്ങനെ കേന്ദ്രവും സംസ്ഥാനവും വൈരുദ്ധ്യങ്ങൾ പ്രകടിപ്പിക്കുന്ന അവസരത്തിലാണ് നമ്മൾ കൺകറന്റ് ലിസ്റ്റിലേക്ക് വിഷയങ്ങൾ മാറ്റുന്നത്. എന്നുകൂടി നിങ്ങൾ അപ്പോൾ ഫെഡറൽ ഭരണഘടനയിൽ ഓൾറെഡി നിങ്ങൾ പൊളിറ്റിക്സിൽ ഇതെല്ലാം പഠിച്ചു കാണും. അപ്പോൾ നമ്മൾ അങ്ങനെ പഠിച്ചു വെച്ചിരിക്കുന്നത്.
കൺകറന്റ് ലിസ്റ്റിൽ പരാമർശിച്ച വിഷയങ്ങൾ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് നിയമനിർമ്മാണം നടത്താൻ കഴിയും. ഇവർ രണ്ടുകൂടി ചേർന്നിട്ടാണ് നടത്തുന്നത്. അല്ലാതെ ഇപ്പൊ സംസ്ഥാനം ഒരുമിച്ചോ സംസ്ഥാനം ഒറ്റയ്ക്കോ കേന്ദ്രം ഒറ്റയ്ക്കോ അല്ല. ഏതെങ്കിലും വൈരുദ്ധ്യമുണ്ടായാൽ കേന്ദ്ര സർക്കാർ ഉണ്ടാക്കിയ നിയമം നിലനിൽക്കാവുന്നതാണ്. നെക്സ്റ്റ്, എല്ലാ ഭരണപരവും സാമൂഹ്യ സേവനങ്ങൾക്കുമുള്ള ചെലവുകൾ അതുപോലെ തന്നെ ബാങ്കിന്റെ വരുമാനത്തിലോ കറന്റ് അക്കൗണ്ടിലോ കാണിക്കുന്നു. ഇപ്പൊ നമ്മളിപ്പോൾ പഠിച്ചോണ്ട് എന്തുകൊണ്ടാണ് ഈ ഒരു പോയിന്റ് ഇവിടെ ഇൻക്ലൂഡ് ചെയ്തെന്ന് വെച്ചാൽ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന പൊതുവരുമാനം, പൊതു ചെലവുകള്, ഫെഡറലിസം, ഈ മൂന്നും കൂടെ കണക്ട് ചെയ്തിട്ടാണ് പഠിക്കുന്നത്. അപ്പൊ ഇത് ലാസ്റ്റ് പറഞ്ഞിരിക്കുന്നത് എല്ലാ ഭരണപരവും സാമൂഹ്യ സേവനങ്ങൾക്കുമുള്ള ചെലവുകൾ അതാരാ വഹിക്കുന്നത്? സാമൂഹ്യ സേവനത്തിന് ഭരണപരവും ചെലവ് വഹിക്കുന്നത് ഗവൺമെന്റ് ആണ്. ഗവൺമെന്റിന്റെ വിവിധ രണ്ട് തരത്തിലുള്ള ചെലവുകളുണ്ട്, സാമ്പത്തിക ചെലവുകളും സാമ്പത്തികോത്തര ചെലവുകളും. അപ്പോ ചെലവുകൾ ബാങ്കിന്റെ വരുമാനത്തിലോ കറന്റ് അക്കൗണ്ടിലോ കാണിക്കുന്നു. അപ്പൊ നമ്മൾ കൊടുക്കുന്ന ചെലവുകൾ, ഇപ്പൊ ഗവൺമെന്റ് വഹിക്കുന്ന ചെലവുകൾ പോലും കറന്റ് അക്കൗണ്ടിൽ കാണിക്കപ്പെടുന്നു. ഇവയൊക്കെ തന്നെ നൽകിയത് ഗവൺമെന്റ് അക്കൗണ്ടിൽ നിന്നാണ് എന്ന് കാണിക്കുന്നു എന്നുള്ളത് നമ്മൾ ലാസ്റ്റ് പറഞ്ഞത്. അപ്പൊ ഇതൊരു പുതിയ പോയിന്റ് ആണ്. അപ്പൊ ഈ പോയിന്റുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടാണ് ഇനി അടുത്ത കാര്യങ്ങൾ നമ്മൾ പഠിക്കാൻ പോകുന്നത്. സോ മൂലധന വസ്തുക്കളുടെ വരവും ചെലവും മൂലധന അക്കൗണ്ടിൽ കാണിക്കുന്നു. അപ്പൊ മൂലധന വസ്തുക്കളുടെ വരവും ചെലവും നമ്മൾ അറിയാം, നമ്മൾ ഓൾറെഡി എക്സ്പെൻഡിച്ചറിനെ കുറിച്ചിട്ടാണ് പഠിച്ചത്, ചെലവുകളെ കുറിച്ച്. അപ്പോൾ ഗവൺമെന്റിന്റെ വരുമാനത്തെ കുറിച്ച് പഠിച്ചു. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ പറയാം മൂലധന വസ്തുക്കളുടെ വരവും ചെലവും മൂലധന അക്കൗണ്ടിൽ കാണിക്കുന്നുണ്ട്. ഗവൺമെന്റിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. എല്ലാ ഭരണപരവും സാമൂഹ്യപരവുമായ സേവനങ്ങൾക്കുള്ള ചെലവുകൾ ബഡ്ജറ്റിന്റെ വരുമാനത്തിലോ കറന്റ് അക്കൗണ്ടിലോ കാണിക്കുന്നു. അപ്പൊ നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത് ഗവൺമെന്റിന്റെ ഭരണപരവും സാമൂഹ്യപരമായിട്ടുള്ള എല്ലാ തരത്തിലുള്ള ചെലവ്. അപ്പൊ ചെലവിനെ നമ്മൾ രണ്ട് കാറ്റഗറീസിൽ ഉൾപ്പെടുത്തി അവിടെ പഠിച്ചു. ഇവിടെ ഗവൺമെന്റിന്റെ എല്ലാ ഭരണപരവും സാമൂഹ്യപരമായിട്ടുള്ള സേവനങ്ങൾക്കുള്ള ചെലവുകൾ ബഡ്ജറ്റിന്റെ വരുമാനത്തിൽ കറന്റ് അക്കൗണ്ടിലും കാണിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ ബഡ്ജറ്റിനെ കുറിച്ച് മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം, ബഡ്ജറ്റിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ ആർട്ടിക്കിൾ എന്ന് പറയുന്നത് 112 ആർട്ടിക്കിൾ 112 ബഡ്ജറ്റിനെ കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്നത്. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ എല്ലാ ഭരണപരവും സാമൂഹ്യപരമായ സേവനങ്ങൾക്കുള്ള ചെലവുകൾ ബഡ്ജറ്റിന്റെ വരുമാനത്തിലോ കറണ്ട് അക്കൗണ്ടിലോ കാണിക്കുന്നു. ഇത് തന്നെയാണ് നമ്മൾ പറഞ്ഞത്. നെക്സ്റ്റ്, പൊതുസേവനങ്ങൾക്ക് ആരോഗ്യം, പൊതുസേവനങ്ങൾ അറിയാലോ, പൊതുസേവനങ്ങൾ ഇതൊക്കെ തന്നെ സേവനപരമായിട്ടുള്ളതാണ്. വെൽഫെയർ മെഷേഴ്സ് സ്കീംസുകളാണ് സേവനങ്ങൾ. ആരോഗ്യം, സബ്സിഡികൾ, പലിശ പേയ്മെന്റുകൾ എന്നിവയ്ക്കുള്ള ചെലവുകൾ കറണ്ട് അക്കൗണ്ടിൽ ചെലവുകളാണ്. അപ്പൊ ഇങ്ങനെയുള്ള ചെലവ് ശ്രദ്ധിക്കുക, ഈ ചെലവുകൾ എങ്ങനെയുള്ള ചെലവുകളാണ്? കറണ്ട് അക്കൗണ്ടിലെ ചെലവുകൾ ആണ്. അപ്പൊ നമ്മൾ പഠിച്ചു രണ്ട് തരത്തിലുള്ള അക്കൗണ്ടിലെ ചെലവുകളിലേക്ക് മാറുമെന്ന് പറഞ്ഞു. ഒന്ന് ബഡ്ജറ്റിലെ വരുമാനത്തിലോ കറണ്ട് അക്കൗണ്ടിലോ. ഒന്ന് ബഡ്ജറ്റ് വരുമാനത്തിലേക്ക് പോകും. ഗവൺമെന്റ് ആരുടെ ചെലവുകൾ? ഗവൺമെന്റിന്റെ ചെലവുകൾ അല്ലെ, സാമ്പത്തിക ചെലവുകളും സാമ്പത്തികേതര ചെലവുകളും. ഇനി അപ്പൊ ഇവിടെ ഇതില് നമ്മൾ അക്കൗണ്ടിലെ ചെലവുകളിലേക്ക് മാറുന്നവ ഏതൊക്കെയാണെന്ന് പഠിക്കുന്നത്. പൊതുസേവനങ്ങൾ, ആരോഗ്യം, സബ്സിഡികൾ, പലിശ പേയ്മെന്റുകൾ എന്നിവയ്ക്കുള്ള ചെലവുകൾ എന്താണ്? കറണ്ട് അക്കൗണ്ടിലോ ചെലവുകളാണ്. കറണ്ട് അക്കൗണ്ടിലെ ചെലവുകളാണ്. ചെലവുകൾ കറണ്ട് അക്കൗണ്ടിലെ ചെലവുകൾ ആണ്. അപ്പൊ ഏതൊക്കെയാണ് കറണ്ട് അക്കൗണ്ടിലെ ചെലവുകൾ? ഒന്ന് പൊതുസേവനങ്ങൾ, ആരോഗ്യം, സബ്സിഡികൾ, പലിശ പേയ്മെന്റുകൾ. ഒന്നുകൂടെ, പൊതുസേവനങ്ങൾ, ആരോഗ്യം, സബ്സിഡികൾ, പലിശ പേയ്മെന്റുകൾ എന്നിവയെല്ലാം തന്നെ കറണ്ട് അക്കൗണ്ടിലെ ചെലവുകളാണ്. ഇനി ബഡ്ജറ്റ് ഞാൻ പറഞ്ഞു, ബഡ്ജറ്റിനെ കുറിച്ച് പ്രതിപാദിക്കുന്നത് ആർട്ടിക്കിൾ 112 ഇനി ബഡ്ജറ്റിലും ചില ചെലവുകൾ നീക്കി വയ്ക്കും. മനസ്സിലാവുന്നു? ബഡ്ജറ്റിൽ എന്തിനെ കുറിച്ച് ഇപ്പൊ നമ്മളിപ്പോ സേവനേതര മേഖലകളിൽ ചില ചെലവുകൾ ബഡ്ജറ്റ് ഇൻക്ലൂഡ് ആണ്, മറ്റു ചെലവുകൾ അക്കൗണ്ടിലെ ചെലവുകളുമാണ്. അപ്പൊ നമുക്ക് നോക്കാം. കൃഷി, ഗ്രാമവികസനം, ജലസേചനം, വെള്ളപ്പൊക്ക നിയന്ത്രണം, ഊർജ വ്യവസായം, ധാതു വിഭവങ്ങൾ, ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ തുടങ്ങിയ മേഖലകളിലെ ചെലവുകൾ പദ്ധതി ചെലവുകൾ ഉൾപ്പെടുന്നു. അപ്പൊ എടുത്ത് തന്നെ പഠിക്കുക, ഇവ പദ്ധതി ചെലവുകളിൽ ഉൾപ്പെടുന്നു. അപ്പൊ രണ്ട് ചെലവുകൾ പഠിച്ചു. ഒന്ന് കറണ്ട് അക്കൗണ്ടിലെ ചെലവുകളും പദ്ധതി ചെലവുകളും. കറണ്ട് അക്കൗണ്ടിലെ ചെലവുകൾ ഏതൊക്കെയാണ്? പൊതുസേവനങ്ങൾ, ആരോഗ്യം, സബ്സിഡി പഠിക്കുക. സബ്സിഡികൾ, പലിശ പേയ്മെന്റുകൾ എന്നിവ കറണ്ട് അക്കൗണ്ടിലെ ചെലവുകളാണ്. ഇനി നെക്സ്റ്റ് വരുന്നത് പദ്ധതി ചെലവുകൾ എന്നതിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് കൃഷി, ഗ്രാമവികസനം, ജലസേചനം, വെള്ളപ്പൊക്ക നിയന്ത്രണം, ഊർജ വ്യവസായം, ധാതു വിഭവങ്ങൾ, ശാസ്ത്ര സാങ്കേതിക വിദ്യയിൽ തുടങ്ങിയ മേഖലയിലെ ചെലവുകൾ പദ്ധതി ചെലവുകളിൽ ഇൻക്ലൂഡഡ് ആണ്. അപ്പൊ രണ്ട് ചെലവുകൾ നമ്മൾ പഠിച്ചു. ഫസ്റ്റ്ലി ഞങ്ങൾ പഠിച്ച കറണ്ട് അക്കൗണ്ടിലെ ചെലവുകളും പഠിച്ചു, പദ്ധതി ചെലവുകളും പഠിച്ചു. പദ്ധതി ചെലവുകൾ എന്ന് പറയുമ്പോൾ ഗ്രാമവികസനം, കൃഷി, ജലസേചനം, വെള്ളപ്പൊക്ക നിയന്ത്രണം എന്നിവ ഉൾപ്പെടുന്നത് പദ്ധതി ചെലവുകളിലാണ്. പൊതുസേവനങ്ങൾ, ആരോഗ്യം, സബ്സിഡി, പലിശ പേയ്മെന്റുകൾ എന്നിവ ഉൾപ്പെടുന്നത് കറണ്ട് അക്കൗണ്ടിലെ ചെലവുകളുമാണ് പഠിച്ചത്. ഇവ കൂടാതെ സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കുമായിട്ട് പഞ്ചവത്സര പദ്ധതികൾ നടപ്പിലാക്കുന്നതിനുള്ള
ഗ്രാന്റ് പദ്ധതി ചെലവുകളും ഉൾപ്പെടുന്നു. അപ്പോൾ ഗ്രാന്റ് പദ്ധതി ചെലവുകളാണ് ഗ്രാന്റ് പദ്ധതി ചെലവുകൾ. ഗ്രാന്റ് പദ്ധതി ചെലവുകളെ കുറിച്ച് നമ്മൾ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഒന്നുകൂടി എടുത്തു പഠിക്കുക. അപ്പൊ ഞാൻ ഈ പറഞ്ഞത് ഇവ കൂടാതെ സംസ്ഥാനങ്ങൾക്കും കേന്ദ്ര പ്രദേശങ്ങൾക്കുമുള്ള പഞ്ചവത്സര പദ്ധതികൾ നടപ്പിലാക്കുന്നതിനുള്ള ഗ്രാന്റ് പദ്ധതി ചെലവുകളും എന്ത് ചെയ്യുന്നതാണ് ഉൾപ്പെടുത്തുന്നത്. പക്ഷെ നമ്മൾ 3 ലെവൽ പറഞ്ഞു. ഒന്ന് ബഡ്ജറ്റ്, കറണ്ട് അക്കൗണ്ടിലെ ചെലവ്, പദ്ധതി ചെലവ്, ഗ്രാന്റ് പദ്ധതി ചെലവ്. പക്ഷെ ഇന്ന് ഞങ്ങൾക്ക് അത് പറയാൻ കഴിയത്തില്ല. ബിക്കോസ് അതെന്താ പറയത്തെന്ന് വെച്ചാൽ നമ്മുടെ സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കുമുള്ള, അപ്പൊ കേന്ദ്രഭരണ പ്രദേശമുള്ള യൂണിയൻ ടെറിട്ടറീസ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്, ഇവർക്കുള്ള പഞ്ചവത്സര പദ്ധതിയുടെ ചെലവ് ഞങ്ങൾക്കില്ല. ഇന്നിപ്പോ അതിന്റെ പേരിൽ എന്താ മാറ്റിയിരിക്കുന്ന, നീതി ആയോഗിലേക്ക് മാറും. ശ്രദ്ധിക്കുക. അപ്പൊ നമ്മൾ പഞ്ചവത്സര പദ്ധതി എന്ന് എഴുതിയിരുന്ന ഞാൻ ആ ഒരു കാലഘട്ടത്തിൽ കുറിച്ച് പറഞ്ഞു പോയപ്പോഴേ എഴുതിയിട്ടുള്ളൂ. ഇന്ന് നിങ്ങളിത് പഠിക്കേണ്ടത്, ഇപ്പൊ ഇന്നത്തെ കറണ്ടിലി നമുക്ക് ചോദിക്കുമ്പോൾ നമ്മൾ പറഞ്ഞിരിക്കേണ്ടത് എന്താണ്, എങ്കിൽ തന്നെ നമ്മൾ 5 ഇയർ പ്ലാൻസ് ഓൾറെഡി നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് അല്ലെ. 12 പഞ്ചവത്സര പദ്ധതികൾ നമ്മൾ പഠിച്ചു. അതിനുശേഷമാണ് 2015 ജാനുവരി 1 നീതി ആയോഗ് നിലവിൽ വന്നത്. അതിന് പകരമായിട്ട് പക്ഷെ നമ്മൾ ഈ ഗ്രാൻഡിന് കൊടുക്കാറുണ്ട്. പഞ്ചവത്സര ഇവിടെ നമുക്ക് കൊടുക്കേണ്ട ഗ്രാൻഡിൻ പദ്ധതി ചെലവ്. അപ്പൊ ഇവിടെ നമ്മൾ പഞ്ചവത്സര നടപ്പിലാക്കുന്നതിനുള്ള ഗ്രാൻഡിൻ പദ്ധതി ചെലവുകളും നൽകാറുണ്ടെന്ന് പറഞ്ഞു. അത് ഗ്രാൻഡിൻ പദ്ധതി ചെലവിലേക്ക് പോകും. ഇന്ന് അത് ഏതിലോട്ട് പോകും, നീതി ആയോഗിലേക്ക് പോകും. കാര്യം ഇപ്പൊ നീതി ആയോഗിൽ മാറിയില്ല 2015 ജാനുവരി 1 അതുകൂടി മനസ്സിലാക്കുക. അപ്പൊ നമ്മൾ ഈ പറയുമ്പോൾ നിങ്ങൾക്ക് അത് എന്താണ് മനസ്സിലാവുന്നതിന് വേണ്ടിയിട്ട് ഞാനിങ്ങനെ പറഞ്ഞ് കാര്യം വെച്ചാൽ നമ്മൾ പഞ്ചവത്സര പദ്ധതി ഇപ്പൊ നിലവിലില്ല. അപ്പൊ അതിന് പകരമാണ് നീതി ആയോഗ് നിലവിൽ വന്നിരിക്കുന്നത്. മനസ്സിലാക്കുക. അപ്പൊ ഓൾറെഡി നിങ്ങളല്ലേ 12 പഞ്ചവത്സര പദ്ധതികളും പഠിച്ചിട്ടുണ്ടല്ലോ അല്ലേ. ഓക്കെ. സോ ഓക്കെ. അപ്പൊ നമ്മൾ മൂലധന വസ്തുക്കളുടെ വരവും ചെലവും മൂലധന അക്കൗണ്ടിലാണ് കാണിക്കുന്നത്. ഇനി 2 നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചില ചെലവുകൾ പറഞ്ഞു. ഒന്ന് ബഡ്ജറ്റിന്റെ വരുമാനത്തിലോ കറണ്ട് അക്കൗണ്ടിലോ പദ്ധതി ചെലവുകൾ എന്നിങ്ങനെയൊക്കെ തന്നെ ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഇതിൽ ബഡ്ജറ്റിനെ കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്നത് ആർട്ടിക്കിൾ 112 ബഡ്ജറ്റുകളെ കുറിച്ച് പ്രതിപാദിക്കുന്നു. ഇനി മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ എല്ലാ ഭരണവും സാമൂഹ്യപരവുമായ സേവനങ്ങൾക്കുള്ള ചെലവുകൾ ബഡ്ജറ്റിന്റെ ചെലവിലോ വരുമാനത്തിലോ കറണ്ട് അക്കൗണ്ടിലോ കാണിക്കും. ഇനി ഏതാണ് കറണ്ട് അക്കൗണ്ടിലെ ചെലവെന്ന് വെച്ചാൽ അത് നോക്കൂ. പൊതുസേവനങ്ങൾ, ആരോഗ്യം, സബ്സിഡികൾ, അതുപോലെ തന്നെ പലിശ പേയ്മെന്റും കറണ്ട് അക്കൗണ്ടിലെ ചെലവാണ്. ഇനി പഠിക്കേണ്ടത് പദ്ധതി ചെലവിനാണ് കൃഷി, ഗ്രാമവികസനം, ജലസേചനം, വെള്ളപ്പൊക്ക നിയന്ത്രണം, ഊർജ വ്യവസായം. ഇത് പ്രീവിയസ് ചോദിച്ചിട്ടുള്ളതാണ്. ഊർജ വ്യവസായം ഏതിൽ ഉൾപ്പെടുന്നു? ഊർജ വ്യവസായം ഏത് പദ്ധതിയിലാണ് ഉൾപ്പെടുന്നത്? പദ്ധതി ചെലവുകളാണ് ഇൻക്ലൂഡ് ചെയ്യുന്നത്. അപ്പൊ വിവിധ തരത്തിലുള്ള ചെലവുകളുണ്ട്. ഏത് ചെലവുകൾ ഇൻക്ലൂഡ് ചെയ്യുന്നു? പദ്ധതി ചെലവിൽ. ഏതൊക്കെയാണ്? കൃഷി, ഗ്രാമവികസനം, ജലസേചനം, വെള്ളപ്പൊക്ക നിയന്ത്രണം, ഊർജ വ്യവസായം, ധാതു വിഭവങ്ങൾ, ഇവയൊക്കെ തന്നെ പദ്ധതി ചെലവിൽ ഉൾപ്പെടുന്നു. ഇതെല്ലാം തന്നെ ഗ്രാൻഡ് പദ്ധതി ചെലവുണ്ട്. അവിടെ നമ്മൾ പഞ്ചവത്സര പദ്ധതി നടപ്പിലാക്കുന്നത് എവിടെയൊക്കെയാ? സംസ്ഥാനത്തിൽ നടപ്പിലാക്കും, കേന്ദ്രഭരണ പ്രദേശത്തിൽ നടപ്പിലാക്കും. ഇങ്ങനെയുള്ള ചെലവുകളാണ് ഗ്രാൻഡിൻ പദ്ധതി ചെലവ് എന്ന് പറയുന്നത്. ഇന്നിപ്പോ ഗ്രാൻഡിൻ പദ്ധതി ചെലവുകൾക്ക് പകരം നിലവിൽ വന്നിരിക്കുന്നത് നീതി ആയോഗാണ്. എന്നാ നിലവിൽ വന്നേ? 2015 ജാനുവരി 1 ജാനുവരിയാണ് കേട്ടോ നിലവിൽ വന്നു. സോ അപ്പൊ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് സർക്കാരിന്റെ വാർഷിക വരവും ചെലവുമാണ്. അപ്പൊ ബഡ്ജറ്റ് എന്ന് പറയുന്നത്, അപ്പൊ സർക്കാരിന്റെ വാർഷിക വരവും ചെലവും ബഡ്ജറ്റ് കറണ്ട് അക്കൗണ്ടിൽ കാണിക്കുമ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് എക്സ്പെൻഡിച്ചർ ഓഫ് ഗവൺമെന്റ് ആണ്. സർക്കാരിന്റെ വരവുകളും വരുമാനത്തെ കുറിച്ചും പഠിച്ചു, ഞങ്ങൾ ചെലവുകളെയും കുറിച്ച് പഠിച്ചു. അപ്പൊ ഇവിടെ സർക്കാരിന്റെ വരവും ചെലവും ബഡ്ജറ്റിന്റെ കറണ്ട് അക്കൗണ്ടിൽ കാണിക്കുമ്പോൾ, ബഡ്ജറ്റ് കറണ്ട് അക്കൗണ്ട് നമ്മൾ പഠിച്ചല്ലോ. അപ്പൊ നമ്മൾ നേരത്തെ തന്നെ ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞതാണ് ബഡ്ജറ്റിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ 112 ആണ് എന്ന് പറഞ്ഞു. 2 തരത്തിലുള്ള ബഡ്ജറ്റുകൾ ഉണ്ട് നമ്മൾ പറഞ്ഞു. ഒന്നാണ് എന്താണ്, നമ്മൾ സംസ്ഥാന ബഡ്ജറ്റുകളും അല്ലെങ്കിൽ പാർലമെന്റിൽ, പിന്നെ ബഡ്ജറ്റ് പാസ്സാക്കുന്നതോടാണ് പാർലമെന്റിലൂടെയാണ് ബഡ്ജറ്റ് പാസ്സാക്കുന്നത്. ബഡ്ജറ്റ് നടപ്പിലാക്കുന്നത് എവിടെയാണ്? നമ്മൾ ലോക്സഭയിലാണ് ബഡ്ജറ്റുകൾ നടപ്പിലാക്കുന്നത്. അപ്പോൾ ജെയിംസ് വിൽസൺ ആണ് ആദ്യമായിട്ട് ബഡ്ജറ്റ് അവതരിപ്പിച്ചത്. 1860 ബഡ്ജറ്റ് ആദ്യമായിട്ട് അവതരിപ്പിച്ചത്. ബ്രിട്ടീഷ് ഭരണ കാലഘട്ടത്തിലാണ് ജെയിംസ് വിൽസൺ ആദ്യമായിട്ട് ബഡ്ജറ്റ് അവതരിപ്പിച്ചത്. സോ വർഷം 1860. സോ 1860 ഫെബ്രുവരി 29 ജെയിംസ് വിൽസൺ ആദ്യമായി ബഡ്ജറ്റ് അവതരിപ്പിച്ച ജെയിംസ് വിൽസൺ ആ വർഷം 1860 ഫെബ്രുവരി 29. ബഡ്ജറ്റിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 112 ആണ്. 1860 ഫെബ്രുവരി 29 ബഡ്ജറ്റ് ആദ്യമായിട്ട് അവതരിപ്പിച്ചത്. ആരുടെ സമയത്തായിരുന്നു? ബ്രിട്ടീഷ് ഭരണ കാലഘട്ടത്തിലായിരുന്നു അവതരിപ്പിച്ചത്. ജെയിംസ് വിൽസൺ ആണ് അവിടെ അവതരിപ്പിച്ചത്. അപ്പൊ നമ്മൾ പൊതു ബഡ്ജറ്റുമുണ്ട്, റെയിൽവേ ബഡ്ജറ്റുമുണ്ട്. ഇങ്ങനെ 2 തരത്തിലുള്ള ബഡ്ജറ്റുകളാണ് ഇന്നിപ്പോൾ നിലവിലുള്ളത്. അപ്പൊ ആദ്യമായിട്ട് ഏറ്റവും കൂടുതൽ തവണ ബഡ്ജറ്റുകൾ അവതരിപ്പിച്ചത് മൊറാർജി ദേശായിയുടെ കാലഘട്ടത്തിലാണ്. എന്താണ്? മൊറാർജി
ദേശായി, അദ്ദേഹം ഒരു ജനതാ ഗവൺമെന്റിന്റെ കാലഘട്ടത്തിലാണ്, BJP ഗവൺമെന്റിന്റെ അല്ലെ ഭരണത്തിലായിരുന്നു മൊറാർജി ദേശായി. അപ്പൊ അദ്ദേഹത്തിന്റെ സമയത്താണ് ഏറ്റവും കൂടുതൽ ബഡ്ജറ്റുകൾ അവതരിപ്പിച്ചിരിക്കുന്നത്. ആദ്യമായിട്ട് അവതരിപ്പിച്ചത് മൊറാർജി ദേശായി. അപ്പോൾ ബഡ്ജറ്റുകൾ ഏറ്റവും കൂടുതൽ അവതരിപ്പിച്ചത് മൊറാർജി ദേശായി ആണ്. ബഡ്ജറ്റ് അപ്പൊ നമ്മൾ ഈ ഒരു ചെറിയ പോയിന്റ് കൂടെ നമ്മൾ പഠിച്ചെടുക്കുക. ബഡ്ജറ്റിന്റെ പിതാവ് എന്നറിയപ്പെടുന്നതും ജെയിംസ് വിൽസനെയാണ്. അവതരിപ്പിച്ച വർഷം 1860 ഫെബ്രുവരി 29. ബഡ്ജറ്റിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ 112 ആർട്ടിക്കിളാണ്. രണ്ട് തരത്തിലുള്ള ബഡ്ജറ്റുകളുണ്ട്. ഏതൊക്കെയാണ്? പൊതു ബഡ്ജറ്റും റെയിൽവേ ബഡ്ജറ്റും. ഓക്കെ, സോ അപ്പൊ നമ്മൾ പറഞ്ഞു ഇതെല്ലാം തന്നെ ബഡ്ജറ്റിന്റെ കറണ്ട് അക്കൗണ്ടിലേക്ക് കാണിക്കുന്നു സർക്കാരിന്റെ വരവും ചെലവും. അപ്പൊ പദ്ധതി ചെലവുകളെ കുറിച്ച് പറഞ്ഞു, ഗ്രാന്റ് ചെലവുകളെ കുറിച്ച് പറഞ്ഞു. ഇവയൊക്കെ തന്നെ നമ്മൾ ഇമ്പോർട്ടന്റ്ലി പറഞ്ഞിട്ടുണ്ട്. സോ നെക്സ്റ്റ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് പെൻഷൻ, അതുപോലെ തന്നെ പെൻഷനുകൾ, മറ്റ് പൊതുസേവനങ്ങൾ, നികുതി പിരിവിലുള്ളവ, ഇവയൊക്കെ തന്നെ എന്താണ്? പ്രധാനപ്പെട്ട സർക്കാരിന്റെ വാർഷിക വരുമാനവും ചെലവിൽ ഉൾപ്പെടുകയാണ്. ഒന്നുകൂടി, പെൻഷനുകൾ, പൊതുസേവനങ്ങൾ, നികുതി പിരിവ് പോലുള്ളവ സർക്കാരിന്റെ വാർഷിക ചെലവിലും വരുമാനത്തിലും ഉൾപ്പെടുന്നവയാണ്. അപ്പൊ നമ്മൾ ഈ പോയിന്റുകൾ ഇത്രയും നിങ്ങൾ പഠിച്ചെടുക്കുക. ഏതൊക്കെയാണ്? പെൻഷനുകളുണ്ട്, പൊതുസേവനങ്ങളുണ്ട്, നികുതി പിരിക്കാനുള്ള അധികാരം. ഇവയെല്ലാം ആർക്കാ ഉള്ളത്? ഗവൺമെന്റിനുള്ളവയാണ്. ഇനി സാമൂഹ്യ സേവനങ്ങൾ, സോഷ്യൽ സർവീസുകൾ, വിദ്യാഭ്യാസ, ആരോഗ്യത്തെ പോലെ നമ്മൾ സാമൂഹ്യ സേവന ഗവൺമെന്റ് നടത്തുന്ന സാമൂഹ്യ സേവനങ്ങളാണ് വിദ്യാഭ്യാസവും ആരോഗ്യം പോലുള്ളവ. അതുപോലെ തന്നെ സാമ്പത്തിക സേവനങ്ങൾ, കൃഷി, ഊർജ വ്യവസായം, ഗതാഗതം, ആശയവിനിമയം, ശാസ്ത്ര സാങ്കേതിക വിദ്യ, പരിസ്ഥിതി എന്നിവയിലൊക്കെ തന്നെ ഏതുൾപ്പെടുന്നു? ഈ സാമ്പത്തിക സേവനങ്ങൾ ഉൾപ്പെടുന്നു. അപ്പൊ സാമൂഹ്യ സേവനങ്ങളുണ്ട്, സാമ്പത്തിക സേവനങ്ങളുണ്ട്, പൊതുസേവനങ്ങളിലാണ് പെൻഷനുകൾ, മറ്റ് പൊതുസേവനങ്ങൾ, നികുതി പിരിവ് പോലുള്ളവ അല്ല, പൊതുസേവനത്തിൽപ്പെട്ടവയാണ് പെൻഷൻ കൊടുക്കാറുള്ളത്. സാമൂഹ്യ സേവനത്തിലാണ് വിദ്യാഭ്യാസം, ആരോഗ്യമൊക്കെ വരുന്നത്. സാമ്പത്തിക സേവനത്തിലാണ് കൃഷി, ഊർജ്ജ വിഭാഗം, ഗതാഗതം, ആശയവിനിമയം, ശാസ്ത്ര സാങ്കേതിക വിദ്യ, പരിസ്ഥിതി വരുന്നത്. എന്തിലാണ്? ഇവയെല്ലാം വരുന്നത് സാമ്പത്തിക സേവനങ്ങൾ. അപ്പൊ സാമ്പത്തിക സേവനം, സാമൂഹ്യ സേവനം, അതുപോലെ തന്നെ പൊതുസേവനങ്ങൾ, പെൻഷൻ വരുന്നത് പൊതുസേവനത്തിലാണ്. മനസ്സിലായല്ലോ? നെക്സ്റ്റ് നോക്കൂ. കൂടാതെ സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും കൊടുക്കുന്ന ഗ്രാന്റ്, സംസ്ഥാനങ്ങൾക്ക് കേന്ദ്രഭരണം എന്ത് കൊടുക്കാറുണ്ട്? ഗ്രാന്റ് കൊടുക്കാറുണ്ട്. കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും എന്ത് കൊടുക്കാറുണ്ട്? ഗ്രാന്റ് കൊടുക്കുക. അപ്പൊ ഇതെല്ലാം ഗവൺമെന്റിന്റെ വരുമാനവും ചെലവിലും ഉൾപ്പെടുത്തിയിരിക്കുന്നു നിങ്ങൾ മനസ്സിലാക്കുക. ഇനി പ്രതിരോധത്തിനുള്ള മൂലധന ചെലവ്, പൊതുമേഖലാ സ്ഥാപനങ്ങൾ, പ്രതിരോധത്തിനുള്ള മൂലധന ചെലവ് ആർക്കാണ്? നമ്മുടെ സാമ്പത്തിക ചെലവിലാണ് ഇൻക്ലൂഡ് ചെയ്യുന്നത്. പ്രതിരോധ മേഖല അല്ലെ, യുദ്ധം തുടങ്ങിയിട്ടുള്ളവ. അപ്പോൾ പ്രതിരോധത്തിനുള്ള മൂലധന ചെലവ്, പൊതുമേഖലാ സ്ഥാപനങ്ങൾ, സംസ്ഥാനങ്ങൾ, കേന്ദ്രഭരണ പ്രദേശങ്ങൾ, വിദേശ സർക്കാരുകൾ എന്നിവയ്ക്കുള്ള വായ്പകളിൽ ഉൾപ്പെടുന്നു. ഒന്നുകൂടി, പ്രതിരോധത്തിനുള്ള മൂലധന ചെലവ്, പൊതുമേഖലാ സ്ഥാപനങ്ങൾ, സംസ്ഥാനങ്ങൾ, കേന്ദ്രഭരണ പ്രദേശങ്ങൾ, വിദേശ സർക്കാരുകൾ എന്നിവയിലേക്കുള്ള വായ്പ, വിദേശ സർക്കാരുകൾ എന്നിവയ്ക്കുള്ള വായ്പകൾ, ഇവയൊക്കെ തന്നെ ഏതിലേക്ക് ഉൾപ്പെടുന്നു? പ്രതിരോധത്തിനുള്ള മൂലധന ചെലവിൽ ഉൾപ്പെടുന്നു. അപ്പൊ പ്രതിരോധം എന്ന് പറയുന്ന ഒരു സാമ്പത്തിക ചെലവാണ് ഗവൺമെന്റ് നടപ്പിലാക്കുന്നത്. ഇത് ഒരു മൂലധന ചെലവ്, പൊതുമേഖലാ സ്ഥാപനങ്ങൾ, സംസ്ഥാനങ്ങൾ, കേന്ദ്രഭരണ പ്രദേശങ്ങൾ, വിദേശ സർക്കാരുകൾ എന്നിവയ്ക്കുള്ള വായ്പകളിൽ ഉൾപ്പെടുന്നു. മനസ്സിലായല്ലോ? ഇതും ഗവൺമെന്റിന്റെ ഒരു സാമ്പത്തിക ചെലവിലാണ് പൊതുമേഖല പ്രതിരോധത്തിലുള്ള മൂലധന ചെലവിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ അത് പഠിച്ചെടുക്കുക. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ പട്ടികയിൽ 2 തരത്തിലുള്ള സർക്കാരുകളുടെ ചെലവുകൾ വികസനം ഉണ്ട്. അത് ഏതൊക്കെയാണെന്ന്? വികസന ചെലവും അല്ല, കേന്ദ്ര ഗവൺമെന്റ് എന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞതാണ്. കേന്ദ്ര ഗവൺമെന്റിന്റെ പരിധിയിൽ വരുന്ന 2 ചെലവുകളാണ് വികസന ചെലവും വികസനേതര ചെലവും. അപ്പൊ ഇവിടെ നമ്മൾ കേന്ദ്രത്തിലും സംസ്ഥാനത്തിലും ഇവിടെ നമ്മൾ ഒരു വിഭാഗത്തിൽ മാത്രം വികസന ചെലവും വികസനേതര ചെലവില്ല. ഇപ്പൊ നമ്മൾ കേന്ദ്രത്തിലെ വികസനേതര ചെലവുകളെ പോലെ തന്നെയാണ് സംസ്ഥാന സർക്കാരുകൾക്കുമുള്ള വികസനവും വികസനേതര ചെലവും. അതിൽ ഉൾപ്പെടുത്തിയിരുന്ന വിഷയങ്ങൾ പഠിച്ചല്ലോ. പ്രതിരോധം വരുന്ന വികസന ചെലവിലാണ്, പെൻഷൻ വരുന്നത് വികസനേതര ചെലവിലാണ്. ഇങ്ങനെയാണ് നിങ്ങൾ പഠിച്ചെടുക്കേണ്ടത്. അപ്പൊ ഈ 2 ചെലവുകളും സംസ്ഥാനത്തിനുമുണ്ട്, കേന്ദ്ര സർക്കാരിനുമുണ്ട്. നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. സോ അപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ് എന്നിവയെ കുറിച്ചായിരുന്നു. അപ്പൊ നമുക്ക് നോക്കാം. യൂണിയൻ നികുതികളാണ്. ഇപ്പൊ യൂണിയൻ നികുതികൾ എന്നറിയപ്പെടുന്നത് കാർഷിക വരുമാനം, കോർപ്പറേഷൻ നികുതി, കസ്റ്റംസ് തീരുവ, മദ്യം ഒഴികെയുള്ള എക്സൈസ് തീരുവ. ഏതാണ്? മദ്യം ഒഴികെയുള്ള എക്സൈസ് തീരുവ, കാർഷിക ഭൂമി ഒഴികെയുള്ള എക്സൈസ് പിന്തുടർച്ച നികുതി, മൂലധന മൂല്യത്തിന്റെ നികുതി, ഇവയെല്ലാം തന്നെ യൂണിയൻ നികുതികളിൽ ഇൻക്ലൂഡ് ചെയ്യുന്നവയാണ്. അപ്പൊ എടുത്ത് തന്നെ പഠിക്കുക. കാർഷിക വരുമാനം, കോർപ്പറേഷൻ നികുതി, കസ്റ്റംസ് തീരുവ, മദ്യം ഒഴികെയുള്ള എക്സൈസ് തീരുവ,
കാർഷിക ഭൂനികുതി, ഭൂമി ഒഴികെയുള്ള എക്സൈസ് പിന്തുടർച്ച നികുതി, മൂലധന മൂല്യത്തിന്റെ നികുതി എന്നിവയെല്ലാം തന്നെ യൂണിയൻ നികുതികളിൽ ഉൾപ്പെടുന്നു. മനസ്സിലായല്ലോ? ഒന്നുകൂടി, കാർഷിക വരുമാനം, കോർപ്പറേഷൻ നികുതി, കസ്റ്റംസ് നികുതി, മദ്യം ഒഴികെയുള്ള എക്സൈസ് തീരുവ, കാർഷിക ഭൂമി ഒഴികെയുള്ള എക്സൈസ് പിന്തുടർച്ച നികുതി, മൂലധന മൂല്യത്തിന്റെ നികുതി എന്നിവ യൂണിയൻ നികുതികളിൽ ഉൾപ്പെടുന്നവയാണ്. പഠിച്ചല്ലോ. ഇനി യൂണിയൻ പിരിക്കുകയും ചുമത്തുകയും ചെയ്യും കേട്ടോ. യൂണിയൻ മീൻസ് ഇവിടെ അർത്ഥമാക്കുന്നത് എന്താണ്? യൂണിയൻ ലിസ്റ്റ് ആണ് ഇവിടെ നികുതികൾ ചുമത്തുന്നതും പിരിക്കുകയും ചെയ്യുന്നത്. എന്നാൽ സംസ്ഥാനങ്ങളുമായി പങ്കിടുന്ന നികുതി, അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ നികുതികൾ പിരിക്കുന്നതും ചുമത്തുന്നതും ഒക്കെ തന്നെ കേന്ദ്ര ഗവൺമെന്റ് ആണ്, അല്ലെങ്കിൽ യൂണിയൻ ലിസ്റ്റിൽ ഇൻക്ലൂഡ് ചെയ്തവയാണ്. പക്ഷെ എന്ത് ചെയ്യും? ഇത് ആരുമായിട്ട് പങ്കിടുന്നു എന്നുള്ളത് മാത്രമാണ് ഇവിടെ പറയുന്നത്. സംസ്ഥാന ഗവൺമെന്റുകളുമായിട്ട് പങ്കിടുന്നു. അങ്ങനെയുള്ള നികുതി എന്ന് പറയുന്നത് ഏതാണ്? കോർപ്പറേഷൻ നികുതിയാണ്. ഏതാണ്? കോർപ്പറേഷൻ നികുതിയാണ്. സോ യൂണിയൻ നികുതികൾ ഉൾപ്പെടുന്നവ കാർഷിക വരുമാനം, കോർപ്പറേഷൻ നികുതി, കസ്റ്റംസ് തീരുവ, മദ്യം ഒഴികെയുള്ള എക്സൈസ് തീരുവ, കാർഷിക ഭൂനികുതി ഒഴികെയുള്ള എക്സൈസ് പിന്തുടർച്ച നികുതി, മൂലധന മൂല്യത്തിന്റെ നികുതി എന്നിവ യൂണിയൻ ലിസ്റ്റിൽ മാത്രം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളവയാണ്. എന്നാൽ യൂണിയൻ പിരിക്കുകയും ചുമത്തുകയും ചെയ്യും. എന്നാൽ സംസ്ഥാന സർക്കാരുകളുമായിട്ട് അധികാരം പങ്കിടുകയും ചെയ്യുന്ന ഒരു തരത്തിലുള്ള നികുതിയാണ് എന്തെന്ന് പറയുന്നത്? കോർപ്പറേഷൻ നികുതി. ഇനി കേന്ദ്രം കേന്ദ്രം എന്ന് വെച്ചാൽ യൂണിയൻ ലിസ്റ്റ് അല്ലെ. കേന്ദ്രം ഈടാക്കുകയും ശേഖരിക്കുകയും വിനിയോഗിക്കുകയും ചെയ്യുന്ന നികുതികൾ അല്ലെങ്കിൽ അതല്ലാത്ത ചില സാഹചര്യങ്ങൾ ആവശ്യപ്പെടുകയാണെങ്കിൽ സംസ്ഥാനങ്ങൾക്കിടയിൽ വിതരണം ചെയ്യുന്നതുമായിട്ടുള്ള വരുമാനം ഇവയാണ്. അപ്പൊ ഇത് മനസ്സിലായല്ലോ. ഇവിടെ ഈ നികുതി പിരിക്കുന്നതും ചുമത്തുന്നതും വിനിയോഗിക്കുന്നതും ഒക്കെ ആര് തന്നെയാണ്? കേന്ദ്ര ഗവൺമെന്റ് തന്നെയാണ്. പക്ഷെ ചില സാഹചര്യം അത് ചില സാഹചര്യങ്ങൾ മാത്രം ആവശ്യപ്പെടുകയാണെങ്കിൽ സംസ്ഥാനങ്ങൾക്കിടയിൽ വിതരണം ചെയ്യുന്ന വരുമാനം ഇവയാണ് യൂണിയൻ എക്സൈസ്. ഏതാണ്? യൂണിയൻ എക്സൈസ്. പുകയിലയുടെ തീരുവ, തീപ്പെട്ടി, ഒന്നുകൂടെ ശ്രദ്ധിക്കുക. യൂണിയൻ എക്സൈസ്, പുകയിലയുടെ തീരുവ, തീപ്പെട്ടി എന്നിവ എങ്ങനെയുള്ളതാണ്? ഈ ഇത്തരത്തിലുള്ള നികുതികൾ ചുമത്തുന്നത്, ശേഖരിക്കുന്നത്, വിനിയോഗിക്കുന്നത് ഒക്കെ തന്നെ കേന്ദ്ര ഗവൺമെന്റ് ആണ്. എന്നാൽ ചില സാഹചര്യങ്ങളിൽ മാത്രം എന്ത് ചെയ്യും? ചില സംസ്ഥാനങ്ങൾക്കിടയിൽ വിതരണം ചെയ്യപ്പെടുന്നതുമായിട്ടുള്ള വരുമാനമാണ് ഈ പറഞ്ഞവ. ഇവയുടെ വരുമാനം ആരുമായിട്ട് പങ്കിടും? ചില സംസ്ഥാനങ്ങളുമായിട്ട് പങ്കിടും. അങ്ങനെയുള്ള ചില നികുതികളാണ് യൂണിയൻ എക്സൈസ് നികുതി. ശ്രദ്ധിക്കുക, യൂണിയൻ എക്സൈസ് എന്ന് തന്നെ പറയണം. എക്സൈസ് എന്ന് പറയുന്നത് നമുക്ക് തരുമോ? എക്സൈസ് ഏതിൽ വരുവാണ്? എക്സൈസ് വരുന്നത് പൊതുവായി എക്സൈസ് പിന്തുടർച്ച നികുതി വരുന്ന യൂണിയൻ നികുതിയിലാണ്. മനസ്സിലായല്ലോ. ഇനി യൂണിയൻ എക്സൈസ്, പുകയിലയുടെ തീരുവ, തീപ്പെട്ടി, അത്രയും പഠിച്ചു. നെക്സ്റ്റ് യൂണിയൻ ചുമത്തുകയും. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക, ഇവിടെ യൂണിയൻ ചുമത്തുകയും പിരിച്ചെടുക്കുകയും ചെയ്യുന്ന നികുതികൾ. എന്നാൽ സംസ്ഥാനങ്ങൾക്ക് നൽകിയിട്ടുള്ള മുഴുവൻ വരുമാനവും, പക്ഷെ ഇവിടെ പിരിച്ചെടുക്കുന്ന ഒക്കെ തന്നെ ആരാണ്? യൂണിയനാണ്. പക്ഷെ ഇതിന്റെ വരുമാനം ആർക്കാണ് കൊടുക്കുന്നത്? സംസ്ഥാന ഗവൺമെന്റുകൾക്കാണ്. മനസ്സിലായില്ലേ? അങ്ങനെയുള്ള നികുതിയാണ് എക്സൈസ് തീരുവ. അപ്പൊ നമ്മൾ നേരത്തെ എങ്ങനെ പഠിച്ച? യൂണിയൻ എക്സൈസ് എന്നാ പഠിച്ചത്. ഇവിടെ എക്സൈസ് തീരുവ, ചരക്കുകളുടെയും യാത്രകളുടെയും ടെർമിനലിൽ നിന്നുള്ള നികുതി, അതുപോലെ തന്നെ റെയിൽവേ നികുതി, സ്റ്റോക്ക് എക്സ്ചേഞ്ച് നികുതി. ഏതാണ്? സ്റ്റോക്ക് എക്സ്ചേഞ്ച് നികുതി. അപ്പൊ നമുക്ക് ഇവിടെ പഠിക്കേണ്ടത്, അപ്പൊ നമ്മൾ പറഞ്ഞത് റെയിൽവേ നികുതി, സ്റ്റോക്ക് എക്സ്ചേഞ്ച് നികുതി എന്നിവയെല്ലാം തന്നെ ഏതിൽ വരുന്നതാണ്? ഇതിന്റെ വരുമാനം പൂർണ്ണമായിട്ട് സംസ്ഥാന ഗവൺമെന്റുകൾക്ക് ലഭിക്കുന്നതാണ്. പക്ഷെ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കുക, ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ, റെയിൽവേയെ കുറിച്ച് പറയുവാണെങ്കിൽ ഇത് പൂർണ്ണമായും യൂണിയൻ ചുമത്തുകയും പിരിച്ചെടുക്കുകയും ചെയ്യുന്ന നികുതികളാണ്. എന്നാൽ സംസ്ഥാനങ്ങൾക്ക് നൽകിയിട്ടുള്ള മുഴുവൻ വരുമാനവുമായിട്ട് എന്ത് ചെയ്തു? കണക്ട് ചെയ്ത് കിടക്കുന്നു. അപ്പൊ അങ്ങനെയുള്ള മുഴുവൻ വരുമാനം കൊടുക്കുന്ന ലെവലിലാണ് റെയിൽവേ നികുതിയും സ്റ്റോക്ക് എക്സ്ചേഞ്ച് നികുതി. ഇനി സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളെ കുറിച്ച് പറയുവാണെങ്കിൽ, ഇന്ത്യയിലെ ആദ്യത്തെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന് പറയുന്ന ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ്. ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് നിലവിൽ വന്നത് 1875 അതിനുശേഷം നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ്. എല്ലാം പ്രീവിയസ് ക്വസ്റ്റ്യൻ കൂടാണ് കേട്ടോ. അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും മറ്റൊരു പ്രധാനപ്പെട്ട നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. അപ്പോൾ എന്താണ്? നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. അപ്പോൾ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് 1992 നവംബർ മാസത്തിലാണ് നിലവിൽ വന്നത്. എന്നാണ് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് നിലവിൽ വന്നതിന്റെ ആസ്ഥാനം മുംബൈ ആണ്. അപ്പോൾ 1875 ഇന്ത്യയിലെ ആദ്യത്തെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് നിലവിൽ വന്നപ്പോൾ ആസ്ഥാനം
ബോംബെ ആയിരുന്നു 1875. തുടർന്ന് 1992 നവംബർ മാസത്തിൽ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് മുംബൈയിൽ നിലവിൽ വന്നു. ഈ പോയിന്റ് വളരെ ഇമ്പോർട്ടന്റ്. പിന്നെ 1978 കേരളത്തിലെ ആദ്യത്തെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എവിടെയാണ് നിലവിൽ വന്നത്? കൊച്ചിയിലാണ് നിലവിൽ വന്നത്. 1978 കൊച്ചിയിലെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് നിലവിൽ വന്നത്. മനസ്സിലായല്ലോ. അപ്പൊ 1875 ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ്. നമുക്കറിയാം ഓഹരി വിപണികളുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള രണ്ട് പദങ്ങളാണ് ബുള്ളും ബിയറും. ഓഹരി വിപണിയുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള രണ്ട് പദങ്ങളാണ് ബുള്ളും ബിയറും. അപ്പൊ നിരവധി ഓഹരി വിപണിയുമായിട്ട് ബന്ധപ്പെട്ട മറ്റൊരു പ്രധാനപ്പെട്ട പദമാണ് നിഫ്റ്റി എന്നറിയപ്പെടുന്ന ഒരു ഓഹരി വിപണിയാണ് ഇന്ത്യയിലെ. നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, നിഫ്റ്റി എന്നിവയൊക്കെ തന്നെ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള പദങ്ങളാണ്. മനസ്സിലായല്ലോ. അപ്പൊ നമ്മളിപ്പോ പറഞ്ഞതെന്ന് വെച്ചാൽ യൂണിയൻ ചുമത്തുകയും പിരിച്ചെടുക്കുകയും ചെയ്യുന്ന നികുതികൾ, എന്നാൽ സംസ്ഥാനങ്ങൾക്ക് നൽകിയിട്ടുള്ള മുഴുവൻ വരുമാനത്തെയും കുറിച്ചിട്ടുള്ള ചില നികുതികളാണ് എക്സൈസ് തീരുവ, അതുപോലെ തന്നെ യാത്രക്കാരുടെയും ടെർമിനലുകൾക്കും ചുമത്തുന്ന നികുതി, റെയിൽവേ നികുതി, സ്റ്റോക്ക് എക്സ്ചേഞ്ച് നികുതി, ഇവയൊക്കെ തന്നെ അതുപോലെ തന്നെ പാർക്കുകളുടെയും യാത്രക്കാരുടെയും ടെർമിനലിൽ നിന്നും ഇതിൽ നിന്നും പാർക്കുകളുടെയും യാത്രക്കാരുടെയും ടെർമിനലിൽ നിന്ന് ഈടാക്കുന്ന നികുതി, റെയിൽവേക്ക് ചുമത്തുന്ന നികുതി, സ്റ്റോക്ക് എക്സ്ചേഞ്ച് നികുതി എന്നിവയെല്ലാം തന്നെ വരുമാനം ആരുമായിട്ട് പങ്കിടുമെന്നാ പറഞ്ഞത്? സംസ്ഥാനങ്ങളുമായിട്ട് പങ്കിടും. പക്ഷെ ഈ നികുതി ചുമത്തുന്നതും പിരിക്കുന്നതും വിനിയോഗിക്കുന്നതും ഒക്കെ തന്നെ കേന്ദ്ര ഗവൺമെന്റാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയൊരു പൊതുമേഖലാ സ്ഥാപനമാണ് റെയിൽവേ. ഇന്ത്യൻ റെയിൽവേ എന്ന പേരിൽ അറിയപ്പെടുന്നത്. മനസ്സിലായല്ലോ. റെയിൽവേയെ കുറിച്ച് നിങ്ങൾ ജോഗ്രഫിയിലൊക്കെ വളരെ വിശദീകരിച്ച് പഠിച്ചു കാണും. ഇന്ത്യയിലെ ഏറ്റവും വലിയൊരു പൊതുമേഖലാ സ്ഥാപനമാണ് റെയിൽവേ. അപ്പൊ ഇന്ത്യൻ റെയിൽവേ പഠിക്കേണ്ടത് അഭികാമ്യമാണ്. അതുപോലെ തന്നെ തുറമുഖങ്ങളും റെയിൽവേകളും വളരെ വ്യക്തമായിട്ട് പഠിക്കുക കേട്ടോ. സോ റെയിൽവേ മനസ്സിലായല്ലോ. അപ്പൊ നമ്മൾ പഠിച്ചത് യൂണിയൻ നികുതികൾ പഠിച്ചു. യൂണിയൻ എന്നാൽ അതുപോലെ തന്നെ യൂണിയൻ പിരിച്ചാലും സംസ്ഥാനങ്ങളുമായിട്ട് അധികാരം പങ്കിടുന്ന നികുതിയാണ് കോർപ്പറേഷൻ നികുതി. പിന്നെ ഈടാക്കുകയും വിനിയോഗിക്കുകയും ശേഖരിക്കുകയും ചെയ്യുന്ന ചില നികുതിയുണ്ട് കേന്ദ്ര ഗവൺമെന്റ്. എങ്കിൽ തന്നെയും ചില അവസരങ്ങളിൽ അതിന്റെ വരുമാനം ആരുമായിട്ട് പങ്കിടുമെന്ന് പറഞ്ഞ് സംസ്ഥാനങ്ങളുമായിട്ട് പങ്കിടുന്ന നികുതിയാണ് യൂണിയൻ എക്സൈസ്, പുകയിലയുടെ തീരുവ, തീപ്പെട്ടി മുതലായവ. പിന്നെ യൂണിയൻ ലിസ്റ്റിൽ വരുന്ന യൂണിയനിൽ മാത്രം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള നികുതികൾ പറഞ്ഞു. അതിലെടുത്ത് ചോദിക്കാറുള്ളത് കസ്റ്റംസ് തീരുവയാണ്. മനസ്സിലായല്ലോ. കാര്യം കേന്ദ്ര ഗവൺമെന്റിന് ഏറ്റവും കൂടുതൽ വരുമാനം ലഭിക്കുന്ന ഒരു തീരുവകളിൽ ഒന്നാണ് കസ്റ്റംസ് തീരുവ എന്നറിയപ്പെടുന്നത്. നെക്സ്റ്റ് പറയുവാണെങ്കിൽ റെയിൽവേ നികുതി, സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളെ കുറിച്ച് നിങ്ങൾ എടുത്ത് തന്നെ പഠിക്കണം. കാര്യം മിക്കവാറും ഒക്കെ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. അപ്പോൾ ആദ്യത്തെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് നിലവിൽ വന്ന വർഷം 1875. നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് നിലവിൽ വന്ന വർഷം 1992 നവംബർ മാസത്തിൽ മുംബൈയിലായിരുന്നു. കേരളത്തിലെ ആദ്യത്തെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് കൊച്ചിയിലാണ് 1978. അപ്പൊ ഇത്തരത്തിലുള്ള കംപ്ലീറ്റ് ആയിട്ടുള്ള സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളും ഈ നികുതികളും നികുതി ഇതര വരുമാനങ്ങളും വ്യക്തമായി തന്നെ എന്ത് ചെയ്യേണ്ടതുണ്ട്? പഠിക്കേണ്ടതുണ്ട്. സോ നമ്മൾ ഫെഡറൽ ഫിനാൻസിനെ കുറിച്ചിട്ടാണ് പഠിച്ചുകൊണ്ടിരുന്നത്. ഇനി ഫെഡറൽ ഫിനാൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ ഒരു തത്വങ്ങൾക്ക് അധിഷ്ഠിതമായിട്ടാണ് ഫെഡറൽ ഫിനാൻസ് സംവിധാനം രാജ്യത്ത് നടപ്പിൽ വരുത്തേണ്ടത്. അങ്ങനെയുള്ള പ്രധാനപ്പെട്ട തത്വങ്ങളാണ്, അല്ലെങ്കിൽ ഫെഡറൽ സമ്പദ് വ്യവസ്ഥയുടെ തത്വങ്ങൾ. ഈ തത്വങ്ങൾക്ക് അധിഷ്ഠിതമായിരിക്കണം നമ്മുടെ ഫെഡറൽ സമ്പദ് വ്യവസ്ഥ. സോ നമുക്ക് നോക്കാം. സ്വാതന്ത്ര്യത്തിന്റെ തത്വം, ഇക്വിറ്റിയുടെ തത്വം എന്നുള്ളതാണ് കേട്ടോ. ഏകീകൃത തത്വം, പര്യാപ്തതയുടെ തത്വം, സാമ്പത്തിക പ്രവേശനത്തിന്റെ തത്വം, സംയോജനത്തിന്റെയും ഫെഡറേഷന്റെയും തത്വം, കാര്യക്ഷമതയുടെ തത്വം, ഭരണപരമായ സമ്പദ് വ്യവസ്ഥയുടെ തത്വം, ഉത്തരവാദിത്വത്തിന്റെ തത്വം. ഇത്തരം സമ്പദ് വ്യവസ്ഥ തത്വങ്ങളിൽ അധിഷ്ഠിതമാണ് നമ്മുടെ ഫെഡറൽ സമ്പദ് വ്യവസ്ഥ. ഫെഡറൽ സമ്പദ് വ്യവസ്ഥ നമുക്കറിയാം. ഇന്ത്യ എന്ന് പറയുന്ന ഒരു ഫെഡറൽ സ്റ്റേറ്റ് ആണ്. ഇന്ത്യ ബിക്കം എ ഫെഡറൽ സ്റ്റേറ്റ് നമുക്കറിയാവുന്നതാണ്. ഇന്ത്യ ബിക്കം എ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ്, അതും ഫെഡറലിസവുമാണ്. അപ്പൊ ഇന്ത്യ ഒരു ഫെഡറൽ സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ അതെന്താ അർത്ഥമാക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. ഓൾറെഡി നിങ്ങൾ കോൺസ്റ്റിറ്റ്യൂഷൻ പഠിച്ചിട്ടുള്ളതായിരിക്കും. അതായത് അധികാര വികേന്ദ്രീകരണത്തെയാണ് നമ്മൾ ഫെഡറലിസം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. സോ അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഫെഡറൽ സമ്പദ് വ്യവസ്ഥയുടെ തത്വങ്ങളാണ്. അപ്പൊ സമ്പദ് വ്യവസ്ഥയിലും ഈ ഒരു നികുതി പിരിവിന്റെ കാര്യത്തിലായാലും ഈ ഒരു അധികാര വികേന്ദ്രീകരണം ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി ചില തത്വങ്ങളിൽ അധിഷ്ഠിതമായിരിക്കണം. അപ്പൊ നമ്മൾ ഫെഡറലിസം എന്ന് പറയുമ്പോൾ സംസ്ഥാന ഗവൺമെന്റും കേന്ദ്ര ഗവൺമെന്റും തമ്മിലുള്ള ആ ഒരു അധികാര വികേന്ദ്രീകരണം. ഇപ്പൊ ഇവിടെ ആ ഒരു തത്വങ്ങൾക്ക് അധിഷ്ഠിതമായിട്ടാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. സ്വാതന്ത്ര്യത്തിന്റെ തത്വം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ഫെഡറൽ ഫിനാൻസ് സംവിധാനം നടപ്പിൽ വരുത്തുന്നതിന് എല്ലാ ഗവൺമെന്റിനും പൂർണ്ണ സ്വാതന്ത്ര്യം അനുവദിച്ചിരിക്കണം. സംസ്ഥാന ഗവൺമെന്റ് ആയാലും കേന്ദ്ര ഗവൺമെന്റ് ആയാലും. അങ്ങനെ നികുതി പിരിക്കുന്നതിനും നികുതി ചുമത്തുന്നതിനും ഒക്കെ തന്നെയുള്ള പൂർണ്ണ അധികാരം, സ്വാതന്ത്ര്യത്തിന്റെ തത്വം. ആർക്ക് തമ്മിൽ? സംസ്ഥാനത്തിലായാലും കേന്ദ്ര ഗവൺമെന്റിലായാലും.
ദെൻ വരുന്ന ഇക്വിറ്റി തത്വം എന്ന് വെച്ചാൽ വിഭവങ്ങൾ വിതരണം ചെയ്യുന്നതിനുള്ള സ്വാതന്ത്ര്യം. വിഭവങ്ങൾ വിതരണം ചെയ്യുന്ന വെച്ചാൽ റിസോഴ്സുകൾ, നാച്ചുറൽ റിസോഴ്സുകളാണ് ഉദ്ദേശിക്കുന്നത്, സാമ്പത്തിക വിഭവങ്ങൾ. മനസ്സിലായല്ലോ? സാമ്പത്തിക വിഭവങ്ങൾ വിനിയോഗം ചെയ്യുന്നതിനുള്ള അധികാരം ആർക്കുണ്ടായിരിക്കണം? ആ വിനിയോഗം ചെയ്താൽ പോരാ. നമുക്കറിയാം നമ്മുടെ സമ്പദ് വ്യവസ്ഥയിലെ വിഭവങ്ങൾ വളരെ പരിമിതമാണ്. പരിമിതമായ വിഭവങ്ങളെ കാര്യക്ഷമമായി ഉപയോഗിക്കുക എന്നുള്ളതാണ് ഇക്വിറ്റി എന്ന തത്വം കൊണ്ട് അർത്ഥമാക്കുന്നത്. ദെൻ വരുവാണെങ്കിൽ ഏകീകൃതത്തിന്റെ തത്വം എന്ന് വെച്ചാൽ ഓരോ സംസ്ഥാനവും ഫെഡറൽ ഫിനാൻസായി തുല്യ നികുതി പേയ്മെന്റുകൾ നൽകണം. ഓരോ സംസ്ഥാനങ്ങൾക്കും ഫെഡറൽ ഫിനാൻസായി തുല്യ നികുതി പേയ്മെന്റുകൾ നൽകണം. ഓരോ സംസ്ഥാനവും ഫെഡറൽ ഫിനാൻസിനെ എന്ത് ചെയ്യണം? തുല്യ നികുതി ഷെയർ ചെയ്ത് കൊടുക്കുക. ഓരോ സംസ്ഥാനത്തിനും ഇത് ബാധകം. ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങൾക്കും ഇത് ബാധകമാണ്. ഇതിനെയാണ് ഏകീകൃത തത്വം എന്ന് അറിയപ്പെടുന്നത്. ദെൻ പര്യാപ്തതയുടെ തത്വം എന്ന് വെച്ചാൽ വിഭവങ്ങൾ ഫലപ്രദമായി നിർവഹിക്കാൻ ഉള്ള കഴിവ്, അതുപോലെ ചെലവുകൾ നിർവഹിക്കുന്നതിനുള്ള കഴിവ്. ചെലവുകൾ എന്ന് പറയുന്നത് നമുക്കറിയാം, കേന്ദ്ര ഗവൺമെന്റിനായാലും സംസ്ഥാന ഗവൺമെന്റ് വിവിധ തരത്തിലുള്ള ചെലവുകൾ, അപ്രതീക്ഷിത ചെലവുകൾ വരാം. ഫോർ എക്സാമ്പിൾ ഒരു വെള്ളപ്പൊക്കം വരുവാണ്, ഇത് നമ്മുടെ അപ്രതീക്ഷിത ചെലവാണ്. ഇതിനെ പൂർണ്ണമായി വിനിയോഗിക്കാനുള്ള കഴിവ് ആർക്കുണ്ടായിരിക്കണം? ഈ അപ്രതീക്ഷിത ചെലവുകളെ നേരിടാനുള്ള കഴിവുണ്ടാവുക. ഇതിനെയാണ് പര്യാപ്തത, പര്യാപ്തത കൈവരിച്ചിരിക്കുക. ഇതിനെയാണ് പര്യാപ്തതയുടെ തത്വം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ദെൻ സാമ്പത്തിക പ്രവേശനത്തിന്റെ തത്വം എന്ന് വെച്ചാൽ പുതിയ വരുമാന സ്രോതസ്സുകൾ വികസിപ്പിക്കുക. നമുക്ക് വരുമാന സ്രോതസ്സുകൾ നിരവധിയാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം. ഇങ്ങനെ നമുക്ക് എത്രത്തോളം നമ്മളെ ചെലവ് കുറയ്ക്കുക, വരുമാനം കൂട്ടുക എന്നുള്ളതാണ് നമ്മുടെ തത്വം. ഈ രീതിക്ക് പുതിയ പുതിയ വരുമാന സ്രോതസ്സുകൾ വികസിപ്പിച്ചെടുക്കാനുള്ള അധികാരം ഗവൺമെന്റിന് ഉണ്ടാവണം. അല്ലെങ്കിൽ ആ വരുമാന സ്രോതസ്സുകൾ പുതുതായി വരുമാന സ്രോതസ്സുകൾ സൃഷ്ടിക്കുക എന്നുള്ളതാണ് നമ്മൾ സാമ്പത്തിക പ്രവേശനത്തിന്റെ തത്വം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ദെൻ വരുവാണെങ്കിൽ സംയോജനത്തിന്റെ ഫെഡറേഷന്റെയും തത്വം. സംയോജനം എന്ന് വെച്ചാൽ എന്നെ അർത്ഥമാക്കുന്നത് ഏകീകരണത്തിന്റെയും ഫെഡറേഷന്റെയും തത്വം. അപ്പൊ സാമ്പത്തിക വികസനത്തെ പ്രോത്സാഹിപ്പിക്കണം എന്നുള്ളതാണ്. നമുക്കറിയാം നമ്മുടെ സമ്പദ് വ്യവസ്ഥയുടെ ഏറ്റവും വലിയ ലക്ഷ്യം എന്താ? എക്കണോമിക്കൽ ഡെവലപ്മെന്റ് ആണ്. അപ്പൊ സംസ്ഥാനമായാലും കേന്ദ്ര ഗവൺമെന്റ് ആയാലും ഈ സാമ്പത്തിക വികസനത്തെ എപ്പോഴും എന്ത് ചെയ്യണം? പ്രോത്സാഹിപ്പിക്കണം. ഇതിനെയാണ് സംയോജനത്തിന്റെ ഫെഡറേഷന്റെയും തത്വം. ദെൻ കാര്യക്ഷമതയുടെ തത്വം എന്ന് പറയുന്നത് വർഷത്തിൽ, അതായത് നമുക്കറിയാം നികുതി പിരിക്കാനുള്ള അധികാരം ഉള്ളത് കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റുമാണ്. പൂർണ്ണമായും അത് സ്വാതന്ത്ര്യമാണ്. പക്ഷേ ഞങ്ങൾക്ക് മറ്റൊരു കാര്യം കൂടെ ഉണ്ട്. ഇപ്പൊ വർഷത്തിൽ ഒന്നിലധികം തവണ നികുതി പിരിക്കുന്നത് ശരിയുള്ള കാര്യമല്ല. അപ്പൊ അങ്ങനെ വരുമ്പോൾ പക്ഷെ കാര്യക്ഷമതയിൽ നിന്നും ആ ഒരു തത്വത്തിൽ നിന്നും മാറി നിൽക്കേണ്ടി വരും, അല്ലെ ഒരു തത്വത്തിൽ അധിഷ്ഠിതമല്ല നമ്മുടെ സമ്പദ് വ്യവസ്ഥയിൽ നിന്ന് ഞങ്ങൾക്ക് പറയേണ്ടി വരും. സോ അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് പറയേണ്ടത് നികുതി പിരിക്കുന്നത് വർഷാവർഷങ്ങളായിരിക്കും, അല്ലെ വർഷത്തിൽ ഒന്നിലധികം ആയിക്കഴിഞ്ഞാൽ അത് നമ്മുടെ ഈ ഒരു കാര്യക്ഷമത എന്നുള്ള തത്വത്തിന് പുറത്താണ്. നിങ്ങൾ ഈ ഒരു തത്വം ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ ഭരണപരമായ സമ്പദ് വ്യവസ്ഥയുടെ തത്വം എന്ന് പറഞ്ഞാൽ ശേഖരണ ചെലവ് കുറയ്ക്കുക. ഇതാണ് ശേഖരണ ചെലവ് കുറയ്ക്കുക എന്നുള്ളതാണ്. ചെലവ് കുറയ്ക്കുക എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞു, ചില എക്സ്പെൻഡിച്ചർ എത്രത്തോളം കുറയ്ക്കുക എങ്കിൽ മാത്രമേ നമ്മുടെ വരുമാനം കുറയുക. അപ്പൊ നമുക്കറിയാം മിച്ച ബഡ്ജറ്റുകളാണ് നമുക്ക് വേണ്ടത്, അല്ലെ? മിച്ചം നിൽക്കുക. കമ്മി ബഡ്ജറ്റിനെ കാട്ടി മിച്ച ബഡ്ജറ്റ്, നിങ്ങൾ ബഡ്ജറ്റുകളെ കുറിച്ച് ഓൾറെഡി പഠിച്ചിട്ടുണ്ടല്ലോ. സോ മിച്ച ബഡ്ജറ്റും കമ്മി ബഡ്ജറ്റും പഠിച്ചു. അപ്പൊ നമുക്ക് വേണ്ടത് മിച്ച ബഡ്ജറ്റുകളാണ് കമ്മി ബഡ്ജറ്റിനെ കാട്ടിലും. അപ്പൊ ഇവിടെ ശേഖരണ ചെലവ് കുറയ്ക്കുമ്പോൾ മാത്രമേ നമ്മുടെ വരുമാനം വർദ്ധിക്കുകയുള്ളൂ. ഇത് പറഞ്ഞു മനസ്സിലായല്ലോ. അതിന് വരുവാണെങ്കിൽ ഉത്തരവാദിത്തത്തിന്റെ തത്വം എന്ന് വെച്ചാൽ സാമ്പത്തിക തീരുമാനങ്ങൾക്ക് സ്വന്തം നിയമസഭയുടെയും കേന്ദ്രത്തിനും അതായത് എങ്ങനെ പറയുന്നത്, സാമ്പത്തിക തീരുമാനങ്ങൾക്ക് സ്വന്തം നിയമസഭയോടും, അതാരാ? സംസ്ഥാനങ്ങൾക്ക് നിയമസഭയോടും കേന്ദ്ര ഗവൺമെന്റിന് പാർലമെന്റിനോടും എന്ന വണ്ണം ഒരു